ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ 1-2 തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏവർക്കും വളരെ പരിചിതമായ 1-2 തിരുവെഴുത്തുകൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ അതിന്റെ 37 വരെയുള്ള തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. മതി, ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിൽ ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ ഈ രാത്രിയിലും അവിടുത്തെ കൃപ ചൊരിയണം. അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാവരെയും ശക്തീകരിക്കണമേ. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ സഭയുടെ ശുശ്രൂഷകൻ, ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ ആദരണീയ കർത്തൃദാസൻ, പ്രാർത്ഥനയിൽ സഹായിച്ച മാന്യ ദൈവവൃദ്ധന്മാർ, ഈ സ്റ്റേജിലും സദസ്സിലും സാന്നിധ്യം കൊണ്ട് ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ കർത്തൃദാസന്മാർ എല്ലാവരും, അവരുടെ കുടുംബങ്ങൾ, ഈ പന്തലിലും പരിസരത്തിലും പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ ദൈവമക്കൾ, സമീപവാസികൾ, സ്ഥലവാസികൾ, അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, വീഡിയോ ചെയ്യുന്നവര്, ദൂരത്തിരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ, ഈ സുവിശേഷ യോഗത്തിന്റെ മുമ്പിൽ വളരെ അധ്വാനിച്ച് പ്രവർത്തിച്ച് യത്നിച്ച പ്രിയപ്പെട്ടവർ, ഇതിനെ ചുമല് കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രി ഇവിടെ എത്തി നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സാക്ഷിപ്പാൻ, ദൈവവചനമായി ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം, അത് വലിയ പദവിയായിട്ട് കരുതുന്നു. ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. ഇന്നലെ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ ദൈവം കരുണ ചെയ്തല്ലോ. അവിടുത്തെ ദാസനെ അതിനായി ദൈവം ശക്തീകരിച്ചു. പിന്നെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയില് തിരുവചനത്തിൽ നിന്ന് വളരെ ലളിതമായി ശാന്തമായി നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് ദൈവം തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെഴുത്തുകൾ എല്ലാവർക്കും വളരെ പരിചിതമായ തിരുവെഴുത്തുകളാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ അതിന്റെ 37 വരെയുള്ള തിരുവെഴുത്തുകളാണ് മാന്യ കർത്തൃദാസി ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. എന്തോ ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഈ മൂന്ന് ഭാഗത്ത്, ആ കണ്ണികയിലെ 3 ഭാഗത്തായിട്ട് 3 കാലങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. 1 പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഈ 3 കാലങ്ങളെയും പറ്റിയും ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം വളരെ ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രിയില് കൂടപ്പെട്ടിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെ ഒരു സുവിശേഷ യോഗം ഇവിടെ നടത്തുവാൻ
പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്ത പ്രേരണയ്ക്കായിട്ടും അതിന്റെ മുമ്പിൽ അധ്വാനിച്ചവരെയും പ്രവർത്തിച്ചവരെയും ദൈവം ആശീർവദിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസി ഒരിക്കൽ കൂടി ആ തിരുവെഴുത്തുകളൊന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടേ എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാന് അധ്യക്ഷനോട് ചോദിച്ചത് എപ്പം നിർത്തണം? 9:15 അങ്ങേയറ്റം പോയാൽ 9:30. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്കായിരിക്കും നിർത്തുന്നത്. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മുടി വെള്ളയ പഞ്ഞി പോൽ. വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച പഴോപ്പിച്ച വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച വെള്ളക്കുതിര പുറത്തേറി ഭാഗുന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. സ്നാനം 3:10 സ്നാനം, 3:30 വേല 3:10 സ്നാനം, 3:30 വേല. ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. ഇങ്ങനെ ഭൂതലെ സഞ്ചരിച്ചു നാഥൻ. പാതിൽ പലതരം വേലകൾ ചെയ്തു താൻ.
മാളികെ തകർത്ത പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. ആദാമിൽ കൂടല്ലോ ആദിമനോജന, ആദാമിൽ കൂടല്ലോ ആദിമനോജന. ആദിമനോജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ആദിമനോജനം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി ഏവർക്കും പാപ പരിഹാരത്തിനായി ഏവർക്കും പാപ പരിഹാരത്തിനായി, ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടികത്തിൽ വന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, 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 പുരുഷനെ കണ്ടേ, നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ കൂടെ വന്ന സഹോദരന്മാരാണ് ജെയ്സനും സുബിനും. അവര് ഇങ്ങനെ ഉള്ളത് വളരെ അനുഗ്രഹമാണ് എൻ്റെ ശുശ്രൂഷയ്ക്ക്. വിശേഷിച്ച് ഈ പാട്ടൊക്കെ 2 ശീല് പാടുമ്പം എനിക്ക് അവരെ ഒക്കുള്ളത് കൊണ്ടാണ്. അപ്പം നടത്തിപ്പുകാർ പറഞ്ഞ് അവരെയും കൂടെ വിളിക്കാൻ പറഞ്ഞത് നന്നായിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. മറ്റവർ മോശമാണെന്നല്ല, അവർ നല്ലതാ. എന്നാലും എനിക്കിതേ പറ്റുള്ളൂ. പണ്ട് പറയൽ ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞ പോലെ
വളരെ നന്നായിരിക്കുന്നു. മറ്റു പാട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് വളരെ വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള തിരുവെടുത്താണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. ഒരിക്കൽ കൂടി ദൈവദാസി ഒന്ന് വായിച്ചു. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർക്കണം. അപ്പൊ ഞാൻ 3 കാലത്തെ പറ്റി ആ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾക്കറിയാം. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം. അതിന് വോളിയം ഇല്ലെന്ന് തോന്നല്ലയോ? ഇപ്പൊ ഉണ്ട്, മുമ്പേ ഇല്ലായിരുന്നു. ഒന്നുകൂടെ നോക്കിയ പരുവത്തിനാണോ വായിച്ചു. പരുവത്തിനെത്തിക്കാം. ഇന്ന് രാത്രിയില് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാം. അപ്പോൾ 3 കാലം. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. ഈ 3 കാലങ്ങളും ആ കണ്ണികയ്ക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി അല്പാൽപമായി നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് ചിന്തിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട യോഗമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതരായ മാതാപിതാക്കള്, ദൈവകുഞ്ഞുങ്ങൾ കൂടപ്പെട്ടത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട പുതിയ നിയമത്തിലെ പുസ്തകമാണ് നമുക്കറിയാം എബ്രായ ലേഖനം. ഈ സത്യവേദ പുസ്തകം 66 പുസ്തകമാണ്. ചില ആൾക്കാരുടെ കയ്യിൽ ഇച്ചിരി പുസ്തകം കൂടുതലുണ്ട്, 66 കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും അവരാരാണെന്ന്. അത് ഞാനിപ്പോ പൊതുവെ പറയുന്നില്ല. അവരെ കാണുമ്പോൾ അറിയാം ഇത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ ഈ പോകുന്നത്. അവരുടെ ജീവിതചര്യകള്, വസ്ത്രധാരണം, ആരാധന, ക്രമീകരണങ്ങളെല്ലാം കാണുമ്പോൾ അറിയാം ഇത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ. അത് ഞാൻ പറയുന്നില്ല. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. എന്നാൽ ഈ 66 പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല, ഒരുത്തനും ഉണ്ടാക്കാൻ ഒക്കുകയില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. എല്ലാ തിരുവിടത്തും ദൈവശ്വാസിയമാണ്. നമുക്കറിയാം ആദ്യത്തെ 5 പുസ്തകമാണ് പഞ്ചഗ്രന്ഥമായിട്ട് നമ്മൾ അറിയുന്നത്, പഠിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. അതിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാനെപ്പോഴും പറയും 1-ാം അധ്യായം ആരംഭിക്കുന്നത് ദൈവത്തിലാ ആരംഭിക്കുന്നത്. വായിച്ച് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. തന്നെ മൈക്ക് കൊണ്ടൊന്ന് വായിച്ചോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് തുടങ്ങുന്നത് ദൈവത്തിലാ. ആദിയിൽ ദൈവത്തിലാ ഇത് തുടങ്ങുന്നത്, ദൈവം. എന്നാൽ ആ ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 50 അധ്യായമുണ്ട്. ആ 50-ാം അധ്യായം അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. ദൈവദാസി ഒന്ന് വായിച്ച് 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവനെ സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. അടുത്ത വാക്യം ഉണ്ടോ? ഇല്ല. അപ്പൊ തീർന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തിൽ. 50-ാം അധ്യായം അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. ഇതെല്ലാവരും ഒന്ന് കുറിക്കൊണ്ടോണം. സകല മനുഷ്യന്റെയും അവസാനം ശവപ്പെട്ടിയില്ല. അത് ഇപ്പൊ ഓർത്താ പോരാ, എപ്പോഴും ഓർക്കണം. ഇപ്പൊ അത് പറയുമ്പോ ഹല്ലേലൂയ, നല്ല കാര്യമാ. ഇതുപോലെ എപ്പോഴും ഓർത്തിരിക്കണം, സകല സമയത്തും ഓർത്തിരിക്കണം. അപ്പൊ എല്ലാവരും ഈ ശവപ്പെട്ടി കൊണ്ട് തീരുക ഇവിടെ വെച്ച്, ഈ ഭൂമിയിൽ വെച്ച്. നമ്മള് പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും ചേർന്ന് പാടാൻ അറിയാവുന്ന ഒരു പാട്ട്. നിങ്ങള് പാട്ടുകാരൻ പാട്ട്. ഇപ്പൊ ഈ പാട്ട് എല്ലാം കോൺട്രാക്ട് കൊടുക്കുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് എല്ലാവർക്കും വലിയ തീട്ടമില്ല.
കോൺട്രാക്ട് എടുക്കുന്നവർക്കും എല്ലാ പാട്ടും വലിയ തീട്ടം വലിയവർക്ക് അറിയാം. എന്നാലും ഒന്ന് പാടിക്കാം, നമുക്ക് നോക്കാം. ഒരു വരി ഒന്ന് പാടും. ഒരിക്കലേ വരും പേടിക്കാതങ്ങ് പാടിയാൽ മതി, നല്ല പാട്ടാണ്. ഒരിക്കലേവനും മരിക്കും ഒരു എല്ലാവരും ഒരിക്കലേവനും മരിക്കും നിർണയം ഒരു എല്ലാവരും ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നല്ല അർത്ഥസമ്പുഷ്ടമായ വരികളാ. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും സകല എണ്ണവും മരിക്കാനൊരുങ്ങണം. പക്ഷേ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, അത് പ്രാപിക്കണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ. എല്ലായിടത്തും ഞാൻ പറയും, അതിവിടെ ആവർത്തിക്കുക, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമായ രക്ഷകൻ. അതിന് ഈ ശുശ്രൂഷ ഇടയാക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തില്ല, അതിന്റെ അവസാനം ശവപ്പെട്ടിയില്ല. ഇതാണ് ലോകത്തിന്റെ ഗതി. എന്നാൽ ദൈവമക്കളെ ശവപ്പെട്ടി കൊണ്ട് തീരുന്നില്ല. അതാണ് നമുക്കുള്ള വിശേഷത. നമുക്കറിയാം, യോസേഫ് മരിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരോട് പറഞ്ഞ പദങ്ങൾ നമുക്ക് മനഃപാഠമാണ്. സഹോദരന്മാരോട് യോസേഫ് പറയുക, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അതിങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു യാത്രയുണ്ട്, അത് കനാനിലേക്കാണ്. അങ്ങനെ നിങ്ങൾ കനാനിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാഷയെ പറയുക, ഈ പെട്ടിയും കൂടെ കൊണ്ടുപോകണം. യോസേഫിനെ പെട്ടിക്കകത്ത് വെച്ചെന്ന നമ്മൾ തുടർന്നുള്ള തിരുവചനത്ത് പഠിക്കുമ്പോൾ ഈ പെട്ടിയായിട്ടാ ഇവര് യാത്ര പോയത്. അത് സൈമൺ സാറ് കൊടുത്തിട്ടുണ്ട്, എന്തുവൊക്കെയാ കൊണ്ടുപോയത്. തുടക്കത്തിലെ എങ്ങനെ പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിലരികിടും പുട്ടിൽ. ആ ചട്ടിമരം കല്ലം കൊട്ട നല്ല ചട്ടുറ്റ പട്ടികൾ കുട്ട. ആ പെട്ടിമരം കല്ലം ചട്ടി നല്ല ചട്ടുറ്റ പട്ടികൾ കൊട്ട. അതെ, സമയത്തെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഈ പെട്ടിയും കൂടെ ഇവരവിടെ നിന്ന് കൊണ്ടുപോയെന്നുള്ളതാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു പാഠം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പെട്ടിക്കകം കൊണ്ട് തീരുകയല്ല, വീണ്ടും ഒരു യാത്രയുണ്ട്. ആ യാത്ര ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗസിയോനിലോട്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് വേദപുസ്തകത്തിൽ നല്ല പദങ്ങളാണ് കൊടുത്തിരിക്കുന്നതിൽ ഒരു പദം ഇങ്ങനെ, ഭാഗ്യകരമായ പ്രത്യാശ. ആ പ്രത്യാശയുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആട്ടെ, അങ്ങനെ ഈ സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിൽ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ കൂടാതെ നമുക്കറിയാം പുതിയ നിയമത്തിലെ 27 പുസ്തകം. ആ പുസ്തകത്തിൽ പ്രാരംഭത്തിൽ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്, യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ് 4 പുസ്തകത്തിൽ. പിന്നീടുള്ള 5-ാമത്തെ പുസ്തകം ആദിമ സഭയുടെ ചരിത്രം. പിന്നീടുള്ള 21 ലേഖനങ്ങളാ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ മുഴുവനും ഉപദേശ വിഷയങ്ങളാണ്. സുവിശേഷം കേട്ട് അകത്ത് വരുന്നവർക്ക് പിന്നെ കൊടുക്കേണ്ടത് ഉപദേശമാണ്. വെളിയിൽ സുവിശേഷം, ആ സുവിശേഷം കേട്ട് അകത്ത് വരുന്നവർക്ക് പിന്നെ സുവിശേഷം വേണ്ട, അവർക്ക് ഉപദേശം കൊടുക്കണം. അതിനാണ് 21 ലേഖനങ്ങൾ ആത്മനിയോഗത്തോടെ ദൈവദാസന്മാര് നമുക്ക് തന്നിരിക്കുന്നത്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21
21 ലേഖനങ്ങൾ. ഇതെല്ലാം ഉപദേശപരമായ വിഷയമാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണമാണ്. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ്. ഗലാത്യ ലേഖനം നമുക്കറിയാം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യത്തെ, മൈക്കിന്റെ ഓളിയം കുറച്ച് താന്നോ, തീർന്നോ? ആദ്യം വിട്ടതുപോലെ ഇടും. ദൈവത്തിന് അല്ലല്ല, ആദ്യം വിട്ടതുപോലെ അല്ല. ദൈവത്തിന് മഹത്വം. ഞാൻ പാടിയപ്പോ കിട്ടിയ ഹല്ലേലൂയ, ആദ്യം വിട്ടതുപോലെ. ഹല്ലേലൂയ. ആ പരുവത്തിന് നിൽക്കട്ടെ. മോണിറ്റർ ആണോ? എന്തായാലും ബിരുദകാരൻ വന്നാലും വെളിച്ചപ്പാട് വന്നാലും കോഴിയുടെ പടലി. അപ്പൊ ശ്രദ്ധിച്ചേ. ഈ പരിപാടി ഇത് എങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ആദിമ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ. പിന്നീടുള്ള 21 ലേഖനങ്ങൾ ഉപദേശപരമായ വിഷയങ്ങളാണ്. നമുക്കറിയാം, റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണം, കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനങ്ങൾ, ഫിലിപ്പിയ ലേഖനം അവരുടെ സന്തോഷം, കൊലോസ് ലേഖനം അവകാശം. ഇങ്ങനെ പോകുന്ന ലേഖന പരമ്പരകൾ. ഒടുവിൽ യൂദയുടെ ലേഖനം വരുമ്പോൾ ഈ വിധത്തിലൊക്കെ പ്രമാണം കാത്ത് പ്രതിഷ്ഠ നോക്കി ത്യാഗജീവിതം നയിച്ച് വിശുദ്ധിയോടെ നിൽക്കുന്ന വിശുദ്ധന്മാരോട് പറയുക, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും വീഴാതെ വണ്ണം എന്നെയും നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമുള്ളത് കൊണ്ട് ഇന്ന് രാത്രിയിലും ആയുസ്സോട് ആരോഗ്യത്തോട് ഇവിടെ വന്നിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പാടുവാനും ആരാധിപ്പാനും പാട്ട് പാടുവാനും കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ഇങ്ങനെ അവസരം തരുന്നത് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അതിൽ വളരെ വിലപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, ഈ ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങൾ പൗലൂസിന്റെ ലേഖനങ്ങളാണ്. ഏതാണ്ട് 14 ലേഖനത്തോളം പൗലൂസ് എഴുതിയ ലേഖനങ്ങളാണ്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെയാണ് 21 ലേഖനം. ഇതിലെ പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ രക്ഷാതത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായ ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളുണ്ട്. അപ്പോൾ തന്നെ പൗലോസിന്റെ 3 ലേഖനങ്ങൾ ലേഖനങ്ങളാണ്. അത് ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം, ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തർജ്ജനം ചെയ്യണം. എന്താ ഈ തർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? അതിന് ന്യായം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരുവൻ ക്രമം കെട്ടാൽ, വഴിവിട്ടാൽ, വ്യവസ്ഥ തെറ്റിയാൽ, അവൻ പിന്മാറിപ്പോയാൽ അവനെ നശിപ്പിച്ച് കളയല്ല, കാര്യങ്ങൾ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി അവനെ കർക്കശമായി തർജ്ജനം ചെയ്ത് മടക്കി വരുത്തുക. ഈ തർജ്ജനം ചെയ്യുന്നത് അവൻ നശിച്ചു പോകാനല്ല, മടങ്ങി വരാനുള്ള ഉദ്ദേശത്തോടെ വേണം. ചിലര് പറയുന്നത് അവൻ, എന്റെ ഭാഷയാകട്ടെ, ഒരു പോക്ക് പോട്ടെന്നോടത്തായി പറയുന്നത്. അങ്ങനല്ല. വേറെ പുസ്തകത്തിൽ അതിനും പ്രമാണമുണ്ട്. അമ്മ ഓമനിക്കുന്നത് പോലെ ഓമനിക്കുകയും ചെയ്യണം, അപ്പൻ ശാസിക്കുന്നത് പോലെ ശാസിക്കുകയും ചെയ്യണം. അപ്പൊ നാടൻ ഭാഷ മനസ്സിലാകുന്ന ഭാഷ ഒരടി കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് തലോട് കൂടെ ചെയ്യണം. ഇതൊക്കെ ഈ വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ തിരികിതമാണ്.
ഇപ്പോൾ നമ്മുടെ സഭകളിലൊന്നും അങ്ങനെ തർജ്ജനം ചെയ്യാറില്ല. തർജ്ജനം ചെയ്താൽ ഉടനെ സഭ വിട്ടു പോവുക. കാരണം അപ്പുറത്തെ സഭക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രണ്ടെണ്ണത്തിനെ കിട്ടാൻ. അപ്പൊ നമ്മൾ ഇവിടുന്ന് തർജ്ജനം ചെയ്താൽ ഇവിടുന്ന് ഉടനെ പിണങ്ങി പോകുന്നത് ഒറ്റയ്ക്കുമല്ല, അവരുടെ കുടുംബക്കാരെയും കൂടെ ചേർത്ത. ഇപ്പൊ അങ്ങനെ കുടുംബമായിട്ടാ പോകുന്നത്. അത് തന്നെ. ആരാ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞു, നല്ല കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ തിരികിതമാണ്. തർജ്ജനം ചെയ്യണം. കാരണം പൗലോസ് വളരെ ശക്തമായി പറഞ്ഞു, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ. ഒന്ന് പറ. അല്ലല്ല, ഒന്ന് പറ. വെറുതെ ഇരിക്കല്ലോ, ഒന്ന് പറ. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ. അവിടെ ആരാണ്ട് പറഞ്ഞു ശാസിക്കാം. അതാ ഞാൻ അവിടെ അല്ലേ വന്നേ, ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് പോയത്. പിന്നെ അതാ ചുമ്മാ ഭക്ഷണം കഴിച്ചല്ലേ, പ്രസംഗിച്ചു കഴിഞ്ഞാ കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും പുള്ളി അതിനായിട്ട് അങ്ങ് അടക്കുകയാണല്ലോ. അല്ല, കണ്ടാലും തോന്നും. അവര് ഭക്ഷണമൊക്കെ തന്ന് ശുശ്രൂഷ കഴി ദൈവദാസനെ ഓർത്ത് ദൈവത്തെ ഞാൻ വിളിക്കുകയും ചെയ്തല്ലോ. നമ്മൾ സംസാരിച്ചു. അദ്ദേഹം ആ യോഗത്തെ പറ്റി എന്നോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെ വിളിക്കല്ലോ വെച്ചാൽ. അപ്പൊ ശ്രദ്ധിക്കുക, ശാസിക്കണം. അത് നശിച്ചു പോകാനല്ല, അവൻ നന്നായി വരാനാണ്. അടുത്ത ഫലമുണ്ട് ശാസിക്ക. അടുത്തത് വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, പിന്നെ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക. പിന്നെ ഞാൻ ഇവിടുത്തെ പാസ്റ്റർമാരാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുമെന്ന്. എവിടാന്നോ? വേറെ പുസ്തകത്തില് അതല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഞാനും ഒന്ന് മറന്നുപോയി, എനിക്ക് ഇപ്പൊ മറവിയുണ്ട്. അതാ മൊബൈല് കണ്ടുപിടിച്ചു. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക. അടുത്ത പദം തർജ്ജനം ചെയ്യുക. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ തിരികിതമാണ്. എന്നാൽ ഇപ്പോൾ സഭകളിലാണെങ്കിലും ഒന്നും തർജ്ജനം ചെയ്യാറൊക്കത്തില്ല. ദൈവദാസന്മാരൊക്കെ പേടിച്ചാ സഭാചാർജിലിരിക്കുന്നത്. കാരണം എന്തായാലും പറഞ്ഞ ഉടനെ വിശ്വാസി അങ്ങ് ബഹളം ഉണ്ടാക്കുക. എന്നാൽ ഇത് വേദപുസ്തകത്തിലെ കാര്യമാ പറയുന്നത്. ഇത് ഉപദേശപരമായ വിഷയമാ. ഇത് ദൈവം പറഞ്ഞ കാര്യമാണെന്നൊന്നും ഈ ഗുണം പിടിക്കാത്തതാ മിക്കതും. അതുകൊണ്ട് ഇത് അംഗീകരിക്കത്തില്ല ചിലര്. അതുകൊണ്ട് ദൈവദാസന്മാര് പേടിച്ചായിരിക്കുന്നത്. വല്ല ജാതി 3 കൊല്ലം എങ്ങനെയാലും തയ്ക്കുക. ഭാഷന്മാരുടെ ഭാര്യമാരും പറയും, നിങ്ങളെല്ലാരെയും ഗുണപ്പെടുത്താനൊന്നും പോകണ്ട, വല്ല ജാതി 3 കൊല്ലം എങ്ങനെയാലും ഇരുന്ന് വെച്ചാൽ നമ്മുടെ പാട് നോക്കി പോയാൽ മതി. പിന്നെ ഇതെല്ലാം ഒരു പരിവർത്തനം അങ്ങ് പോവുക. പക്ഷേ ഇവ വേദപുസ്തകം പഠിപ്പിക്കുന്നത് തർജ്ജനം ചെയ്യണം. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ ഞാൻ എപ്പോഴും പറയും, നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. 3 പെശക്, അന്നും ഇന്നും എന്നും ഈ പെശക. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെയുള്ള ലേഖനമാണ്. കാരണം ഗലാത്യ സഭയ്ക്കകത്ത് ദുരുപദേശക്കാരൻ നുഴഞ്ഞു വന്നെന്ന 2:4 വായിച്ച്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായി സഭയ്ക്കകത്ത് ദുരുപദേശക്കാര് നേരെ വരികയല്ല. ഈ പ്രശ്നക്കാര് നേരെ വരത്തില്ലല്ലോ. ഒന്നെങ്കിൽ ഏറ്റവും പുറകിലിരിക്കും, ഇല്ലേ താമസിച്ചു വരും, ഇല്ലേ ഇടയ്ക്കിരിക്കും, ഇല്ലെങ്കിൽ ഫോൺ ചെയ്യും, ഇല്ലെങ്കിൽ എല്ലാരും നേരെ ഇരിക്കുമ്പോ ഇവൻ പമ്മി ഇരിക്കും. എല്ലായിടത്തും അങ്ങനെ. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമൊന്നും വേണ്ട, എല്ലായിടത്തും അങ്ങനെ.
ഇവൻ നേരെ ഇരിക്കുകയല്ല, നേരെ വരികയല്ല. പമ്മി ഇരിക്കുമ്പോൾ ഓർത്തോണം ഇവൻ കുരുക്കുകാരൻ. അതാ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം, നുഴഞ്ഞു വന്ന. ഈ പേപ്പറിലൊക്കെ നമ്മൾ വായിക്കുമല്ലോ, പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. അപ്പൊ നുഴഞ്ഞു വരുമ്പോഴേ ഓർത്തോണ്ട് ഇന്ത്യക്ക് ഗുണം വരുത്താൻ വരുന്നവന്മാരല്ല. ഈ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുവാൻ, ഈ ഭാരതത്തെ മുടിച്ചു കളയുവാൻ, അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ വരുന്നവനാ നുഴഞ്ഞു വരുന്നത്. അന്തസ്സായിട്ട് വരുന്നവരുണ്ട്, ഗവൺമെന്റിനെ അറിയിച്ച് അതിന്റെ എല്ലാ ക്രമീകരണത്തോടും കൂടെ സല്യൂട്ടും ഒക്കെ സ്വീകരിച്ച് അന്തസ്സായിട്ട് വരുന്നവരുണ്ട്. അവരെ ബോംബിടാൻ വരുന്നവരല്ല. എന്നാൽ നുഴഞ്ഞു വരുമ്പോൾ ഓർത്തോണം ഇവൻ ഈ രാജ്യത്തെ മുടിക്കാൻ വരുന്നവനാ. ഇത് തന്നെയാണ് സഭയിലും. ഇപ്പോൾ ശുശ്രൂഷകനെ വിളിച്ച് ചോദിച്ചു വരുന്നവരുണ്ട്, അല്ലെങ്കിൽ അറിയിച്ചു വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു ചിലപ്പം വരും. വന്ന ഉടനെ പറയും പാസ്റ്ററെ അല്ലെങ്കിൽ ദൈവദാസനെ, ദൈവം എന്നോട് പറഞ്ഞു ഇന്നിവിടെ വരണം. അതൊക്കെ അതിന്റെ മാന്യതയാ. ഇതാരോടും ചോദിക്കാതെ പമ്മി വന്ന് പുറകെ ഇരുന്നേച്ച് കുരുക്കൊപ്പിച്ചേച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉടനെ കൈ കാണിക്കും, പ്രാർത്ഥിക്കില്ല. എന്നാൽ രണ്ട് വാക്കും, ഇതൊന്നുമില്ല, ഉദ്ദേശം വേറെ. എന്നിട്ട് ചിലപ്പോൾ അവസരം കിട്ടുമ്പോൾ ഇവൻ വിഷത്തിന്റെ വെത്ത് വധച്ചേച്ച് പോകും. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ, അവരെ പറ്റി കൊടുത്തിരിക്കുന്നത് നുഴഞ്ഞു വന്ന ഇതുപോലൊരു പ്രയോഗമാണ്. യൂദയുടെ ലേഖനത്തിൽ ഒന്ന് വായിച്ചു. യൂദയുടെ ലേഖനം അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. ദൈവദാസി ഏതായാലും ഈ ദൈവദാസിയെ വായിക്കാൻ കിട്ടിയതിന് ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മുടെ സ്റ്റീവ് വാക്യം വായിച്ചു ഒന്ന് തെറ്റി. അതുകൊണ്ട് ഇപ്പൊ ആരും വാക്യം വായിക്കാനും വരികയില്ല. എന്തോ ഒരു നാശമാണ്. ആ സഹോദരൻ നല്ല സഹോദരനാ. അവനെ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചു, എന്നിട്ടും അവൻ വായിച്ചു തന്നല്ലോ. എന്ത് കാര്യമാണ്. മലയാളത്തിൽ പഠിച്ച് MA മലയാളം ഇവിടുത്തെ വലതും ഇതിനകത്തും കാണും. ചിലപ്പോൾ അവൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, മലയാളം അത്ര. എന്നാലും ആ പയ്യന് നന്നായിട്ട് വായിച്ചു. പിന്നെ തെറ്റിപ്പോയി, അത് വലിയ കുഴപ്പമൊന്നുമല്ല. തെറ്റിയപ്പോൾ ഞാൻ അവനെ പറഞ്ഞു നന്നായിട്ട് വായിക്കാനും പറഞ്ഞു. എന്നാലും തൻ്റെ ഇടത്തോടെ വായിക്കുകയും ചെയ്തു. നിങ്ങളാന്നെ പിന്നെ ഒരവസ്ഥ അടച്ചു വെച്ചു വീട്ടിൽ പോകും. അവൻ അന്തസ്സായിട്ട് പിന്നെയും വായിച്ചു തന്നു. ദൈവം ആ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും കർത്തൃദാസി ഇന്ന് പലരോടും പറഞ്ഞു കാണുമായിരിക്കും വായിക്കാൻ. എല്ലാവരും പറഞ്ഞു കാണും അയാൾക്ക് വായിക്കാൻ, എന്നെ കൊണ്ട് ഒക്കുകയല്ല. അപ്പൊ പിന്നെ അമ്മാമ്മ അങ്ങ് ഏറ്റത്. ഇത് അമ്മാമ്മ ഏതാ, എവിടുത്തെ കാര്യ? അമ്മാമ്മയുടെ പേരെന്നാ? സുജ. എവിടാ വീട്? നമ്മുടെ ആളാ. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നന്നായി. ദൈവത്തിന് സ്തോത്രം. ഏതായാലും തൻ്റെ ഇടത്തോട് അഥവാ ഇങ്ങോട്ട് നോക്കിക്കേ. അഥവാ വല്ല തെറ്റ് വന്നാൽ ഒന്നും ഭാരപ്പെടണ്ട. ഞാൻ അറിയാവുന്നതാണെ ഞാനും തിരുത്താം. ഇല്ല നമ്മൾ രണ്ടുപേരും തെറ്റ് പറയും, അവർ കേട്ടുകൊണ്ട് പോത്ര തന്നെ. എനിക്കറിയാവുന്നതാണെ ഞാൻ തിരുത്തും. ഏതായാലും ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. വായിക്കാൻ ഇത് വലിയ ഭാഗ്യമാണ് കേട്ടോ. കാരണം ഒന്ന് വായിച്ചേ, വെളിപ്പാട് 1:3. അത് വായിച്ചേച്ച് ഇത് വായിക്കാം. വെളിപ്പാട് 1:3. അല്ലെ അമ്മാമയ്ക്കും പ്രയാസം വരണ്ട. നിങ്ങൾ കേട്ടോ, എന്തുവാ വായിക്കാം. വെളിപ്പാട് 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും. അപ്പം കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്. താഴത്തെ വാക്യം. അടുത്തത് വായിക്കണ്ട. അപ്പൊ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാ. അപ്പൊ ഇന്ന് ദൈവദാസിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് തരട്ടെ. അഥവാ ചിലപ്പം പെട്ടെന്നൊക്കെ വായിക്കുമ്പോൾ അല്പം അക്ഷരപശക്കൊക്കെ വരാമെന്ന് ഭാരപ്പെടണ്ട. അഥവാ എന്തായാലും വന്നാൽ എനിക്കറിയാവുന്നതാണ്, ഞാൻ അത് തിരുത്താം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ അങ്ങ് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യൂദയുടെ ലേഖനം 3-ാം അധ്യായത്തിൽ ഒരു പരാമർശം കൊടുത്തിരിക്കുന്നത് വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക്. അപ്പോൾ ആ ഭാഗത്ത് വായിക്കുന്നത്, പ്രിയരെ നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെയും നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു വരുന്നത് സഭയെ നന്നാക്കാനല്ല, സഭയെ മുടിക്കാനാണ്. അതെല്ലാ മേഖലകളിലും അങ്ങനെ. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടരുത്. നീ എവിടെ പോയതാ?
അപ്പൊ ശ്രദ്ധിക്കുക, എബ്രായ ലേഖനവും ഗലാത്യ ലേഖനവും ഈ കൊരിന്ത് ലേഖനവും 3 പെശകനെതിരെയുള്ള ലേഖനമാണ്. ഗലാത്യ ലേഖനം ഉപദേശ പെശകനെതിരെ, എബ്രായ ലേഖനം വിശ്വാസ പെശകനെതിരെ, കൊരിന്ത് ലേഖനം ജീവിത പെശകനുണ്ട്. വിസ്തരിക്കുന്നില്ല, നിങ്ങൾക്ക് ഭാഗമൊക്കെ നന്നറിയാം. ഇന്ന് രാത്രി നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. എബ്രായ ലേഖനം വിശ്വാസ പെശകന് എതിരെ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം നമുക്ക് വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും പറയും, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. സകല മനുഷ്യനും രക്ഷപ്പെടണം. അതാണ് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന വാക്യത്തിന്റെ തൊട് ഭാഗത്ത് ഇങ്ങനെ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. സകല മനുഷ്യനും രക്ഷപ്പെടണം. ഈ ജാതിയും മതവും ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ച വിനകൃതിയാണ്. ഈ വേദപുസ്തകം കൊണ്ട് നടക്കുന്നവരും വിശ്വസിക്കാത്തൊരു കാര്യം പറയാം. ഇതുപെടുത്തോണ്ട് വെറുതെ നടക്കുന്നതിനുള്ള വിശ്വാസമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഒരു ധാരണ കൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ. അത് സഭയെ വന്നാലും ഉണ്ട്. ഇല്ലെന്ന് എന്നോട് പറയരുത്, സത്യം പറയണം. ഇല്ലേ? ഉണ്ട്. എവിടെ ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്. രാഷ്ട്രീയം പറയുന്നിടത്തില്ലേ? ഉണ്ട്. എല്ലാ സഭകളിലും ഇല്ലേ? ഹൈന്ദവരുടെ ഇടയിലില്ലേ? ഉണ്ട്. ഏത് ഭാഗത്താ ഇല്ലാത്തത്? കാശും പത്രാസും പിടിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അവന് പ്രത്യേക പരിഗണന. അതെല്ലാ മേഖലകളിലും എല്ലായിടത്തും അങ്ങനെ. ഞാൻ ഇപ്പൊ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം മനുഷ്യൻ ഒപ്പിച്ച വിനകളാ. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. നിങ്ങളെ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ ഇടപെടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇന്നവൻ വലിയ പുള്ളിയാ, മറ്റവൻ കൊച്ച, ഇവൻ ഇടത്തരമാ, ഇവന് ഇച്ചിരി അങ്ങനെ ഞാൻ ചിന്തിക്കുകയല്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാനിപ്പോ പറയുന്നതുകൊണ്ട് തത്ത തലയാട്ടും പോലെ തലയാട്ടുക എന്ന് എനിക്കറിയാം. സകല എണ്ണവും ഒറ്റയൊരുത്തന്റെ സന്തതി. അതുകൊണ്ട് സഭയിൽ വരുന്നവനോട് പറയാ, ഞാൻ വലിയവനാ, അവൻ ചെറിയവനാ, ഞാൻ വലിയവളാ, ഇവള് അങ്ങനെ ചിന്തിക്കരുത്. അത് ചിന്തിച്ചാൽ പാപമാ. ചിന്തിച്ചാൽ തന്നെ പാപമാ. യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്നത് മുഖപക്ഷം കാണിക്കരുത്, കാണിച്ചാലോ അത് പാപമാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. ഒരു വാക്യം ഒന്ന് വായിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വിശ്വാസമൊന്നും വരുന്നില്ല. 17:24 അല്ലേ? അല്ലയോ? അപ്പോസ്തല പ്രവൃത്തി അതാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. 24 26 ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങൾ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും 26 ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. മതി. ഇതാ അതിന്റെ അടിസ്ഥാന വാക്യം. ഈ ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതി പരമ്പരയാണ്. വിശ്വസിക്കുന്നില്ല, എനിക്കറിയാം. മുമ്പ് ചില കാര്യം പറഞ്ഞ ഗ്ലോറി, വിക്ടറി എന്നൊക്കെ പറഞ്ഞവരെന്തിയേ? ഇതിനും പറ. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾക്കാർ സഭയെ വന്ന് വേർകൃത്യം കാണിക്കരുത്. ഞാൻ സുറിയാനിയാ, ഞാൻ സിറിയനാ, ഞാൻ റോമനാ, മറ്റവൻ രോമനാ. ഞാൻ എന്തുവാ, തോമസ് വന്നപ്പോ ഞങ്ങളുടെ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നു. തോമസിനെ ഞാൻ സഭയിലെ മെയിൻ ആളാ. കല്യാണം നടത്തുമ്പോൾ ഇതൊക്കെ ചിന്തിക്കണേ. എന്നാ ഗ്ലോറി ഒന്നും പറയാത്ത?
സഭയ്ക്കകത്തെ വേറുകൃത്യം ഒന്നും പാടില്ല. തണ്ടി തിരിക്കരുത്, തരം തിരിക്കരുത്. സഭയ്ക്ക് വെളിയിലും പാടില്ല. ഞാൻ ഇത് വേറെ പുസ്തകത്തിൽ നിന്നായി പറയുന്നേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിച്ചത് ഇപ്പൊ വിനയായല്ലോ എന്ന്. ഉള്ള കാര്യമുള്ള ഈ ന്യായവിസ്താരത്തിൽ മുഖം ഒന്നും നോക്കരുത്. ചെറിയവന്റെ കാര്യമോ വലിയവന്റെ കാര്യമോ ഒരുപോലെ നടത്തി. പൂച്ച പാല് കുടിക്കും പോലെ പാല് കുടിക്കരുത്. കണ്ണടച്ച പൂച്ച കൊടുക്കുന്ന ആരും കാണുകയല്ലെന്ന. ഉള്ളതുപോലെ പറയണം. ഞാൻ വലിയ പുള്ളിയാ, അവൻ ചെറിയ, അവൻ കൊള്ളുകയല്ല, ഞങ്ങൾ ഇച്ചിരി ഗ്രേഡ് കൂടിയല്ല. അങ്ങനെ ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ അത് പാപമാണ്. സകല മനുഷ്യരും, ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഈ പുസ്തകം എടുത്തോണ്ട് ഓടുകയോ ഞായറാഴ്ച കാലമെന്ന ആയ പോലെ പായുക. ഇതിനകത്തെ പ്രമാണം ഇതാ. അമ്മാമയെ എല്ലാരും കേട്ടില്ലെന്ന് ഒന്നുകൂടെ വായിച്ച 26-ാം വാക്യം കേക്കട്ടെ, ചൊവ്വനെ കേക്കട്ടെ. മൈക്ക് അങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചു ചോദിക്കുക, എല്ലാവരും കേക്കട്ടെ. ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. എന്നെ കേൾക്കുന്ന പ്രിയരെ, വർഗീയത പാടില്ല, മതസ്പർദ്ധ പാടില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞു ജാതി ചോദിക്കരുത് എന്നാ പറഞ്ഞു. ചോദിക്കരുതെന്നാ. ഒരിക്കല് യാത്ര ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ച ഈ പ്രകൃതിയും രീതിയും കണ്ടപ്പോ പിടികിട്ടുന്നില്ല. അപ്പൊ ചോദിച്ചു വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഏത് ജാതിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചെന്നെ കണ്ടിട്ട് എന്തോ തോന്നുന്നു. അപ്പോൾ ആ ചോദിച്ച പുള്ളി പറഞ്ഞു കണ്ടിട്ട് പിടികിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞ കേട്ടാലും പിടികിട്ടുകയല്ലെന്ന് പറഞ്ഞു. കണ്ടിട്ട് പിടികിട്ടുകയല്ല, പിന്നെ കേട്ടാൽ എങ്ങനെ? നേരിട്ട് കാണുക. ഇത് പാടില്ല. ദൈവത്തിന് മറുഭാഷ പറയുന്നത് നിന്നോടും കൂടായി പറയുന്നേ. കൺവെൻഷനെ നല്ല തകർപ്പം പ്രസംഗിക്കുന്ന നിന്നോടും കൂടായി പറയുന്നേ. കാത്തിരിപ്പ് യോഗം നടത്തി എല്ലാവരുടെ തലയെ കൈ വെച്ച് ചിരട്ടപ്പുട്ട് പണ്ട് കൊച്ചുങ്ങൾ കളിക്കും പോലെ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, കണ്ടിട്ടില്ല. മണ്ണിനകത്ത് ചിരട്ടയ്ക്കകത്ത് മണ്ണ് നിറച്ച് കമത്ത് കിട്ടേച്ച് പെടാൻ അടിക്കില്ല. ഇതിന് കൊച്ചുങ്ങൾ കളിക്കണ്ട. ഇതുപോലെ അഭിഷേകം കൊടുക്കുന്ന ആൾ നിന്നോടും കൂടായി പറയുന്നേ. സഭയുടെ നേതാവിനോടും കൂടായി പറയുന്നേ. സെക്രട്ടറിയോടും കൂടായി പറയുന്നേ. മറുഭാഷ പറയുന്ന നിന്നോടും പ്രസംഗിക്കുന്ന എന്നോടും കൂടാ. ഇത് പാടില്ല. മനുഷ്യനായി ജാതിയും വർഗവും മരണവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മള് എഴുത്തച്ഛനൊരു പ്രയോഗം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അധ്യാത്മരാമായണത്തിൽ. ബ്രാഹ്മണോകം നരേന്ദ്രോകം ആഢ്യോഗം എന്നിങ്ങനെ ാമ്രേടിതം കലർന്നിടുന്ന ജാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാറ്റിച്ചു പോകിലും ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും നല്ല ദേഹം. ഞാൻ ബ്രാഹ്മണനാ, മറ്റവൻ ക്ഷത്രിയൻ, ഇവൻ വൈശ്യൻ, ഇവൻ ശൂദ്രൻ, അങ്ങനെയൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുക. മുഖത്തിൽ നിന്ന് കുറെ പേര് വന്നെന്നോ, ഇവിടുന്ന് വന്നെന്നോ, കാലിന്റെ ഭാഗത്ത് നിന്ന് വന്നെന്നോ, പിന്നെ ബാക്കി വന്നതൊക്കെ എവിടുന്നാന്ന് പുള്ളിക്ക് അറിയാൻ മേല. എങ്ങാണ്ടിന്നല്ല. എടാ പൊട്ടങ്കടാപ്പ, ഇത് അവിടുന്ന് ഇവിടുന്നും വന്നതല്ല. സർവജ്ഞനായ ദൈവം 5 ദിവസം കൊണ്ട് ഭൂചര ഗേചര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ച് അനന്തരം തന്റെ തൃക്കൈ കൊണ്ട് അവൻ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് ദൈവം സൃഷ്ടിച്ചതാ, മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നതാ. അതിനൊക്കെ തെളിവുകൾ ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പൊ പറയാൻ ഇവിടെ സമയവുമില്ല. തന്നെ അതല്ലല്ലോ മെയിൻ വിഷയം. അതൊക്കെ അറിയണമെങ്കിൽ സമയം കിട്ടുക. സഭയിലോട്ട് വായില്ലേ, ഞങ്ങളുമായിട്ട് അല്പനേരം സംസാരിക്കുക. വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ആ കാര്യമെല്ലാം തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നുമില്ല, അടിയുണ്ടാക്കാനില്ല. ഇത് മനസ്സിലാകാനാണെങ്കിൽ വന്നാൽ ശാന്തമായിട്ട് പറഞ്ഞു തരാം. ഉടക്കാനും തർക്കിക്കാനും ബഹളം ഉണ്ടാക്കാനാണ് എൻ്റെ അടുക്ക വരരുത്. ഇത് അറിയാനുള്ള ത്വരയുണ്ടെങ്കിൽ, അറിയാനുള്ള തൃഷ്ണയാണെങ്കിൽ വന്നാൽ അതിനും പുസ്തകത്തിൽ വാക്യമുണ്ട് എങ്ങനെയാ പറഞ്ഞു കൊടുക്കണ്ടെന്ന്. വായിച്ചു. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15. എല്ലാത്തിനും വാക്യമുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. എങ്ങനെയാ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയാ വരേണ്ടത്, രണ്ടിനും വാക്യമുണ്ട്. വായിക്കുക യുവരാശി. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും, ആര് വന്നാലും ഏത് വ്യക്തിയോടും ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്. അപ്പൊ ഇങ്ങനെ പ്രതിവാദം പറയുന്നത്. അപ്പൊ ന്യായമായ കാര്യം അറിയാൻ താല്പര്യത്തോടെ വരുന്നുണ്ടെങ്കിൽ വളരെ സൗമ്യമായി ഭക്തിയോടെ ഭയഭക്തിയോടെ അതിന് മറുപടി വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ തരും.
അപ്പൊ അതുകൊണ്ട് മനുഷ്യനായി കോൺട്രാക്റ്റുകൾ എല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെ. സകല മനുഷ്യനും സകല ആൾക്കാരും ഒരു വ്യക്തിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, സഭയിലാന്നേലും കൊള്ളാം, വെളിയിലാന്നേലും കൊള്ളാം, ഈ രാജ്യത്താന്നേലും കൊള്ളാം, അലോഗ്യം ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. എല്ലാവർക്കും അവന്റെ വ്യക്തിത്വമുണ്ട്, ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഭിക്ഷ എടുക്കുന്ന ഒരു മനുഷ്യൻ വന്നാലും അവന് വ്യക്തിത്വമുള്ളവനാണ്. അവന്റെ സാഹചര്യങ്ങൾ കാണിക്കാൻ ഭിക്ഷ ചോദിക്കുന്നത്. ഏതായാലും കുംഭകോണം കാണിക്കുന്ന മന്ത്രിമാരെക്കാളും നല്ലതാ ഭിക്ഷ എടുക്കുന്നവൻ. അന്തസ്സില്ലേ? അവൻ വന്ന് ചോദിച്ചാ സാറേ, അല്ലെങ്കിൽ അമ്മ, അല്ലേ 5 രൂപ 10 രൂപ ചോദിക്കാം. മറ്റവൻ ചോദിച്ചാ ചാന്നു അടിച്ചു മാറ്റിയത് എത്ര എന്നിട്ട് പിന്നെ കേറി വരിക ഒന്ന് പിടി കിട്ടുന്നില്ലല്ലോ. അടിച്ചു മാറ്റുകയല്ലേ? ഓരോന്നിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം ഉണ്ടാക്കുന്നത് ഇല്ലയോ? ഈ അടുത്ത കാലത്ത് ചെറിയ റോഡെല്ലാം നന്നായിട്ട് കിടക്കുന്നതാ, എല്ലാം കുത്തിക്കളിച്ച് ഇട്ടിരിക്കുക. എന്നാൽ അത് നിങ്ങളൊന്നും യാത്ര ചെയ്യുന്നവരല്ലയോ? ചെറിയ റോഡുകളൊക്കെ വെള്ളം തരുന്നെന്ന് പറഞ്ഞ ആരുടെ വെള്ളം? തേങ്ങാ വെള്ളമായിരിക്കും. ഒന്നും ഇവിടെ ഒന്നും അല്ലേ, കേരളത്തിലല്ലേ, എത്രയോ സ്ഥലങ്ങളില്. അത് നമ്മുടെ വിഷയമല്ലെന്ന് ഞാനങ്ങ് വിടുക. അപ്പോൾ അതിലൊക്കെ ഏറ്റവും നല്ലത് ആ ഭിക്ഷ എടുക്കുന്നവൻ. ഏത് ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട് ഇല്ലയോ? ഇപ്പൊ ചിലരെ പറ്റി നമ്മുടെ ഇടയിലും ചില സഹോദരിമാര് പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഓ, പുള്ളിക്കാരിക്ക് എന്നാ ജോലി? ഓ, അടുക്കള പണിയാ. നല്ല പണിയല്ലേ? ഒരു ജോലി ചെയ്യാതെ കസാര രാവിലെ ചുമ്മാ ഇരിക്കുന്ന നിന്നേക്കാലം നല്ലതല്ലേ? പറ. ഒരു ജോലി ചെയ്ത് ചുമ്മാ ഇങ്ങനെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിനും നല്ലത് അടുക്കള പണി. ഏത് ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട്, ഉണ്ട്. എല്ലാ ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. അപ്പൊ എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവനെ ചെറുതായി കാണരുത്, എല്ലാവരെയും ആമേ ബഹുമാനിക്കണം. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ജാതി ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യരുത്. ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെ പേരിൽ അലോഗ്യം ഉണ്ടാക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേ സകല മാനവജാതിയും ഒരു വ്യക്തിയിൽ നിന്ന് ആമേ ജന്മം കൊണ്ടവരാ. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്തെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ രക്ഷ. ആ രക്ഷ ആമൻ കരസ്ഥമാക്കണമെങ്കിൽ 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഒറ്റ വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഞാനൊരു പാപിയാ, ആമ എന്റെ പാപത്തെ മോചിച്ച് ഇന്ന് രാത്രി എന്റെ ഉള്ളത്തിൽ വന്ന് എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഏകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കുന്ന നാമം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയമാണ്. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. പരന്താൻ പരിശുദ്ധ പരന്താൻ, വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ, മകത്വ പരന്താൻ, മനമേ മകത്വ പരന്താൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. ഇന്ന് രാത്രി അവരെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു. മുൻപോട്ട് വേഗത്തിൽ പോകാൻ പുസ്തകത്തിലെ ഈ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു.
അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് നമുക്കറിയാം. ഓരോ അധ്യായത്തിലും തെളിയിച്ചിരിക്കുക. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശുക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ആ ശ്രേഷ്ഠനാകുന്ന നസറയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് എബ്രായ ലേഖനക്കാരൻ പറയാ, ഇവൻ എത്ര മഹാനെന്ന് ഒന്ന് നോക്കുവീ. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഇന്ന് രാത്രി എല്ലാവരിലും വലിയവനാകുന്ന ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തു നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. 2 or 3 പേർ അവിടുത്തെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ അവൻ വരുമെന്ന് അരുളി ചെയ്ത നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉണ്ട്. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത്. അതിന് കാരണം എബ്രായ ലേഖനം പഠിക്കുമ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ മിക്കവരും യഹൂദ മതത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ. യഹൂദനെ കണ്ടാൽ അറിയാം, അവന് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശേഷതകളുമുണ്ട്, കുഴപ്പടിയുമുണ്ട്. രണ്ടുമുണ്ട്. അതെല്ലാവർക്കും ഉണ്ടല്ലോ. 2 വശം എല്ലാവർക്കും ഉണ്ട്. ഒരു നാണയത്തിന് 2 വശമുള്ളവൻ. യഹൂദന്റെ വിശേഷത റോമാലേഖന 9-ാം അധ്യായത്തിന്റെ 3 വായിച്ച് എല്ലാ ഭാഗവും എടുക്കുന്നില്ല എങ്കിലും റോമാലേഖന 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും. അപ്പൊ ഇത് യഹൂദന്റെ വിശേഷതകളാ. അവര് ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ഇതെല്ലാം യഹൂദന്റെ വിശേഷതകളാ. അപ്പൊ തന്നെ കുഴപ്പടിയുണ്ട്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ച്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. അപ്പൊ എങ്ങനുണ്ട്? എന്നോട് അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാണ്. നമ്മുടെ ഇവിടെ നാട് കേരളത്തിൽ പറഞ്ഞതാ, ഞങ്ങള് യഹൂദന്മാരാണ്. ഇത് യഹൂദ രക്തമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കട്ടെ, മേലിൽ ഈ വെടലത്തര ഒന്ന് കണ്ടാലും അറിയാം യഹൂദൻ എന്ന വറകലം പോലെ ആയിരിക്കുന്ന വറകലം. അന്ന് മിണ്ടാതിരിക്കണ്ടേ വെടലത്തരമൊക്കെ. ഇത് യഹൂദനാണ്, ഇതിനകത്ത് യഹൂദ രക്തമാണ്. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ ആരോടും ഒന്നുമല്ല. ഞാൻ പറഞ്ഞു ഇത് വായിക്കാൻ പറഞ്ഞു. വായിച്ച് അങ്ങനെ അല്ല, അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കൂടെ ഉള്ളതാ. അമ്മാമ്മ വായിച്ച് കേൾപ്പിക്കും. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും നല്ല കക്ഷികളാ. ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. യഹൂദർ യേശുക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവന്മാരാ. മാത്രമാണോ ഞങ്ങളെ ഉദ്ദേശിച്ചത് സുവിശേഷ വേലക്കാരെ. ഇത് പൗലോസെ ഓർപ്പിക്കുക. സുവിശേഷം അറിയിക്കുന്ന പൗലോസും ശേഷമുള്ള ദൈവദാസന്മാരെ എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരെ, എന്റെ ഭാഷ ത്വരത്തിയവന്മാരായവന്മാര്. അടുത്തത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. നല്ല കക്ഷികളാ. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവര്, പിന്നെ സകല മനുഷ്യർക്കും വിരോധികളും. അതിപ്പോ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. സകല മനുഷ്യർക്കും വിരോധികളും, പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകും. അത് വിലക്കുന്നവരും. അപ്പൊ ഇതാണ് നല്ല വശമുണ്ട്, ചീത്ത വശവും. നമുക്ക് ഈ എബ്രായ ലേഖനത്തോടുള്ള ബന്ധത്തിൽ റോമാലേഖനം എടുക്കണം. ന്യായപ്രമാണവും പുത്രത്വവും വാഗ്ദത്തവും ആരാധനയും ഇവർക്ക്, പിതാക്കന്മാരും അവർക്ക് ജഡപ്രകാരം ക്രിസ്തുവും ഇവരിൽ നിന്ന്. അപ്പൊ യഹൂദനൊരു തലക്കനമുണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ഞങ്ങളെ ആ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവം ഞങ്ങളുടെ ആളാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ ചില ആൾക്കാർക്ക് ധാരണയുണ്ട്. ഞാനാണ് ഈ സഭയിലെ അതിവിശുദ്ധൻ, എന്നെ പോലെ വിശുദ്ധൻ ഈ നരിക്കൽ
ഇല്ല പുനലൂരിൽ തന്നെ എന്നെ പോലൊരു വിശുദ്ധൻ, ഇല്ല നിന്നെ പോലൊരു വെടല ഈ ദേശത്തിൽ എന്ന് പറയുന്നതാണ് നല്ലത്. ഇവിടെ ആരും പൂർണ്ണരല്ല. പൂർണ്ണനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ചില സഹോദരിമാർക്കും ചില സഹോദരന്മാർക്കും ഒക്കെ ചില ധാരണയുണ്ട്, ഞാനാ ഈ സഭയിലെ ഏറ്റവും ടോപ്പ്, എന്നെ പോലെ ഒരു വിശുദ്ധ വേറെ ഇല്ല, ഞാനാണ് അതിവിശുദ്ധൻ, മറ്റവരാരും എന്റെ ഒപ്പം ഒക്കത്തില്ല. പക്ഷേ ദൈവം തമ്പുരാൻ നിന്നെ നോക്കുമ്പോൾ, പണ്ട് ബേൽശസ്സരോട് പറഞ്ഞ പോലെ, ദൈവം നിന്നെ തൂക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ത്രാസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കനവും കാണുകയില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പദം ഞാൻ കടമെടുത്ത് പറയുക, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക. യോഗ്യനായും ശ്രേഷ്ഠനായും ഉന്നതനായും ഊനമില്ലാത്തവനുമായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപമടിക്ക് നമുക്ക് തുല്യമായി സകലത്തിൽ പരീക്ഷിക്കപ്പെട്ട ശ്രേഷ്ഠനാകുന്നവൻ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ധന്യനാകുന്ന ഏകാധിപതി, അവൻ രാജാവും കർത്താവുമായ ഒരുവൻ മാത്രമാണ് യോഗ്യൻ. എലന്തൂരിലെ TK ഷൗമേൽ സാറ് ഒരു വരി, എനിക്ക് ഈ ബ്രദറുകാരുടെ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണ്. അതിന്റെ കാരണം നല്ല വരികളും നല്ല പദങ്ങളുമാണ്. തന്നെ ഉപദേശ വിഷയത്തോട് ചേർത്താണ്. അത് ഇപ്പോഴത്തെ മിക്ക പാട്ട്, എല്ലാ പാട്ടുമല്ല, മിക്ക പാട്ടും മൊത്തം കുത്തിത്തിരിക്കുക. അപ്പൊ അത് കേൾക്കുമ്പോൾ അറിയാം. എന്നാൽ പഴയ പാട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നല്ല പാട്ടുകളാണ്, അത് എന്തോ സുഖമാണെന്നറിയാം. അപ്പം എല്ലാ ഭാഗവും എടുക്കുന്നില്ല. TK ഷൗമേൽ സാറ് അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ക്രിസ്തു മാഹാത്മ്യമാണ്, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയുള്ള പാട്ടുകളാണ്. അത് നല്ല സുഖമാണ് കേൾക്കുന്നവർക്ക്. അത് ധ്യാനിച്ചൊന്ന് പാടിക്കും എന്തോ മനോസുഖമുണ്ടാകും. അപ്പം ഒരു വരി വേണേ ഇപ്പൊ ഒന്ന് പാടുന്നൊന്നും ഞാൻ അവകാശപ്പെടും, നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിരുന്നു മുമ്പേ പാടിയ കേട്ടോ, നല്ല എവിടെ നന്നായിട്ട് പാടി, ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവരുടെ പോലെ നോക്കുകയല്ല. സാറ് ഒരു വരി ഇങ്ങനെ കൊടുത്തു, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അന്നവതാരം നിസ്തുലം. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുഷ്യനിലെന്നുര ചെയ്തുതാ. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുഷ്യനിലെന്നുര ചെയ്തുതാ. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മകാനായ ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണും. സമയമില്ല. കർത്താവിന്റെ മഹത്വം. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അത് ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, വൈശിഷ്ട്യം രേഖപ്പെടുത്തിയ ഈ ലേഖനം മുൻപോട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് രാത്രി ഈ 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള തിരുവെടുത്താണ് വായിച്ചത്. ഈ 10-ാം അധ്യായത്തിൽ 32 മുതൽ പറയുമ്പോൾ ഞാൻ ഓർപ്പിച്ചല്ല 3 കാലത്തെ പറ്റി ഓർപ്പിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട
വിഷയം ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ എബ്രായ വിശ്വാസികൾ ഈ യഹൂദ മതം ആചാരം അനുഷ്ഠാനം വിട്ട് നസ്രായ മാർഗത്തിന്റെ പുറകെ വന്നവരാ. അപ്പോൾ ആരംഭ സമയത്ത് ഇവര് വളരെ തീക്ഷ്ണതയോടെ ദൈവത്തെ സേവിച്ചവരും ഭജിച്ചവരുമാണ്. ഇവരുടെ തീക്ഷ്ണതയുടെ വിശേഷതയാണ് 10-ാം അധ്യായത്തിന്റെ 32 മുതൽ ഒന്നുകൂടെ വായിച്ചാട്ട്. ദൈവത്തിന് മഹത്വം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. അപ്പോൾ ഇവര് ഈ മാർഗത്തിൽ വന്നപ്പോൾ യേശുവിനെ സേവിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിന്റെ പിന്നാലെ വന്നപ്പോൾ നിന്ദയും അപമാനവും ഒക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഈ മാർഗത്ത് വരുമ്പോൾ സുഖകരമായ ഒരു ജീവിതം കിട്ടുമെന്ന് ചിന്തിക്കണ്ട. അപമാനമുണ്ട്, നിന്ദയുണ്ട്, ആക്ഷേപമുണ്ട്. ലോകം നിങ്ങളെ പകയ്ക്കും. ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ ഒന്നും കഴിയത്തില്ല, അതുകൊണ്ട് നമുക്കും വേറെ പല കാര്യങ്ങൾ വേണം, കാരണം അങ്ങനൊന്നും പായിക്കാൻ അനുവദിക്കത്തില്ലെന്നാ പറയുന്നത്. അല്ല, നമുക്ക് പീഡയുണ്ടെന്നും നമ്മൾക്ക് പ്രതികൂലമുണ്ടെന്നും പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുമുണ്ട്. അന്നേരം പുതിയ വിദ്വാൻമാർ ഇറങ്ങി വന്നേച്ച് പറയാം അതൊന്നും ഇല്ലെന്ന്, അതൊന്നും ഒക്കത്തില്ല, നമുക്ക് സംഘടന വേണം, ആള് വേണം, ഇന്നത് വേണം, എന്തെല്ലാം വകുപ്പുകൾ. ഇതെല്ലാം പുസ്തകത്തിനെതിരാ. അല്ല, ഇതെല്ലാം മിക്കതും എതിരാന്നല്ലേ ഇനിയിപ്പം, ഇതെല്ലാം പ്രമാണത്തിനെതിരാന്ന്. അപ്പോൾ ആരംഭ സമയത്ത് ഈ നിന്ദകളും പീഡകളും കൂത്തുകാഴ്ചയായി ഭവിച്ചെന്ന ആരംഭ സമയത്ത്. പക്ഷേ ഇങ്ങനൊരു പദമുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ടും അതെല്ലാം സമ്പത്തുകളുടെ അപകാരം വരെ സന്തോഷത്തോടെ സഹിച്ചു. അങ്ങനെ ആയിരുന്ന ആരംഭ സമയത്ത്, ആരംഭകാലത്ത്. മാത്രമാണോ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ എന്ന് വായിച്ചേ. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ആരംഭത്തിൽ എങ്ങനെ ആയിരുന്നെന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതിന്റെ രക്ഷയ്ക്ക് ഉതകുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ആരംഭ സമയത്ത് നിന്നയും അപമാനമൊക്കെ സഹിച്ചാ നിന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാ, നീ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളും ഒക്കെ വിട്ട് സത്യദൈവത്തെ ഭജിക്കുവാൻ പ്രമാണപ്രകാരം വരുമ്പോൾ സുഖകരമായ ഒരു അനുഭവം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നിന്നയുണ്ട്, അപമാനമുണ്ട്, ആക്ഷേപമുണ്ട്, കൂത്തുകാഴ്ചയായി ഭവിക്കും. പക്ഷേ അന്ത്യം വരെ പിടിച്ചു നിൽക്കണം. അതിന്റെ നടുവിലും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. അപ്പോൾ അധികം വിവരിക്കുന്നില്ല. ആരംഭ സമയത്ത് വളരെ കഷ്ടതകളും പോരാട്ടങ്ങളും പീഡകളും സഹിച്ച് അപ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്തവരാ എബ്രായ വിശ്വാസികൾ. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങ് ക്ഷീണമായി. ഇവർക്കൊരു ചിന്ത, ഇതെല്ലാം വിട്ടേച്ചു പോകുന്നത് അബദ്ധമായോ എന്ന്. യഹൂദന്മാരുടെ വലിയ യെരൂശലേം പള്ളി, അമ്പരചുംബിയായ പള്ളി 3 ഭാഗമായിട്ട്, പ്രാകാരം, വിശുദ്ധതലം, അതിപരിശുദ്ധതലം. നിൽക്കുന്നതോ പുരോഹിത വരേണ്യന്മാര്. കൂറിന്റെ ക്രമത്തിൽ 24 കൂറ്, അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. മാത്രമാണോ മഹാപുരോഹിതൻ സ്ഥാനച്ചിഹ്ന വേഷ വിഭൂഷിതനായി പുള്ളിയുടെ നിപ്പും നിലപാടും കണ്ടാൽ തന്നെ നമ്മൾ ഉമ്മായിരിക്കുന്നവരും അതായത് നമ്മുടെ ഉപദേശമാരി എന്ന ആരും മൈൻഡ് ചെയ്തില്ല. അതേസമയം അതിന്റെ ആ പ്രൗഢിയോടെ ചിലർ ചെന്നപ്പോൾ ഉടനെ അവർക്ക് പ്രത്യേക കസേര തന്നെ. നമുക്കല്ല ഇപ്പൊ ഒരുപോലത്തെ കസേരയായിട്ട് ഇവിടെ 3 എണ്ണത്തിൽ ടർക്കി ഇട്ടിട്ടുണ്ട്. കിടക്കട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ഒരു അടക്കത്തിന് ചെന്നപ്പോൾ ഞങ്ങളെല്ലാം ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്കെല്ലാം സാധാരണ കസേര തന്നു. പിന്നെ വേറൊരാള് വന്നു കഴിഞ്ഞപ്പോൾ അകത്തിന്ന് പ്രത്യേക കസേര, പണ്ട് ജയലളിത വരുന്നത് പോലെ പ്രത്യേക കസേര, അതൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. അങ്ങനെ അതിന്റെ കാരണം എന്നാ, ആ വരവ് അതുപോലത്തെ വരവാ. നമ്മള് ഈ പരവലില്ലേ ഇരുന്ന് ആരെന്നാ ചെയ്യാനാ. അപ്പൊ അന്നും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഈ മഹാപുരോഹിതൻ സ്ഥാനച്ചിന്റെ വേഷഭൂഷണത്തിനായിട്ട് ഒരു വരവുണ്ട്. ആ വരവൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള പുരോഹിത വരേണ്യന്മാര്, മഹാപുരോഹിതന് യെരൂശലേം പള്ളി, അമ്പരചുംബിയായ പള്ളി, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, ഇതൊക്കെ പള്ളിയോട് ബന്ധപ്പെട്ടുണ്ട്. മിക്ക ഉപകരണങ്ങളും തങ്കം കൊണ്ടും പൊന്നുകൊണ്ടും പൊന്നിനാൽ പണിയപ്പെട്ടതും തങ്കത്താൽ പൊതിയപ്പെട്ടതുമായ കോടിക്കണക്കിന് വിലമതിക്കുന്ന വസ്തുതകളാ ദൈവാലയത്തോടും അതിന് ബന്ധപ്പെട്ട്. മാത്രമാണോ നല്ല 1-ാം തരം കല്ലറകളും ഇല്ലേ. കല്ലറ കണ്ടാൽ തന്നെ യാകാൻ തോന്നും. നമ്മുടെ കല്ലറയുടെ അവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പച്ചയും കയറി, കാടും കയറി. പിന്നെ ആരായാലും ചത്ത് കഴിയുമ്പോൾ 2 ഇവിടെ പോയി തെളിക്കട. അവൻ കത്താളുമായിട്ട് പോയി പ്രാഗി അവിടെ. നമ്മൾ എന്നിട്ട് ഇത് കൊണ്ടുചെല്ലുന്നതോ ഇടവഴി കയറി എന്ത് ബന്ധപ്പെട്ട ഇല്ലേ.
എന്ത് ബന്ധപ്പെട്ട എന്ന്. ഇപ്പോഴാണ് മിക്കയിടത്തും അടക്കാനും സമ്മതിക്കുകയല്ല. ഉടനെ തന്നെ അവിടെ ഓടി കുത്തുക. ഞാൻ പറഞ്ഞ അടക്കാൻ സമ്മതിക്കുകയല്ലേ, വരുന്നവന്റെ വീട്ടിലോട്ട് വെച്ച് കൊടുത്തേക്കണം. നീ കൊണ്ടുപോയി അടക്കടാന്ന് പറയണം. എടാ കൊണപ്പെട്ടവനാന്ന് എവിടെ അടക്കിയാലും അവൻ ഉയർത്തോളും കാകളം തുണിക്കുമ്പോ. ഇപ്പൊ അടക്കാൻ ചെല്ലുമ്പോ സമ്മതിക്കാല്ലേ, അവിടെ വിട്ട് വെച്ചേക്കണം. ആരിലും അടക്കാൻ പറയണം. പിന്നല്ലാന്നോ? ഞങ്ങളൊരടക്കത്തിന് ചെന്നു. അവിടെ പേരുമൊന്നും പറയുന്നില്ല. ആ ദൈവദാസൻ അല്പസമയം സംസാരിക്കണ്ടേ? ഞങ്ങളുടെ സകല ശുശ്രൂഷയും വചന ശുശ്രൂഷ കഴിഞ്ഞേ ചെയ്യുള്ളൂ. അതിന് താല്പര്യമില്ലാത്തവൻ ഈ ശുശ്രൂഷയിൽ ഇരിക്കരുത്. കല്യാണത്തിനാന്നേലും അടക്കത്തിനാന്നേലും. ആണ് ഇത് വചനത്തിന്റെ അടിസ്ഥാനത്തിലായി ശുശ്രൂഷ. ഇപ്പൊ നമ്മുടെ പെന്തിക്കോസുകാർ തന്നെ പാസ്റ്റർ അധികം ഒന്നും പ്രസംഗിക്കരുത്, നീ വേറെ എവിടെയും കൊണ്ട് നടത്തു കല്യാണം. അതിന് പറയാൻ മേലേ? എടാ നിനക്കിത് വേണമെങ്കിൽ നീ എവിടെയും പോവും. കുറഞ്ഞ പക്ഷം വിവാഹ ശുശ്രൂഷയില് നന്നായിട്ട് ദൈവവചനം പറഞ്ഞു വേണം ശുശ്രൂഷ ചെയ്യാൻ. അത് ഒത്തിരി പേര് പ്രസംഗിക്കണ്ട. നന്നായിട്ട് ഇതിനെപ്പറ്റി പറയുന്ന ഒരാൾക്ക് സമയം കൊടുക്കാൻ കുറഞ്ഞതൊരു 50 മിനിറ്റ് എങ്കിലും ദൈവവചനം പറയണം. ഇതിപ്പം വചനം പറയാൻ അധികം നേരം ഞാൻ മിക്ക ശുശ്രൂഷ നോക്കും. പാട്ടുകാർക്കെതിരല്ല, പാട്ട് പാടുന്നവർക്ക് ഇപ്പൊ കൂടുതൽ സമയം. ഞാനും പാട്ട് പാടുന്ന ആളാ. നിങ്ങൾ മിനിറ്റ് എടുത്ത് നോക്കിക്കോ. വചന ശുശ്രൂഷയേക്കാൾ കൂടുതൽ പാട്ടുകാർക്കാ. പാട്ട് വേണം, അത്യാവശ്യമാണ്. പക്ഷെ അതിലും അത്യാവശ്യമാ ദൈവവചന ശുശ്രൂഷ. സകല ശുശ്രൂഷകളും വചന ശുശ്രൂഷയുടെ കീഴിലാണ്. ഇപ്പൊ അതൊന്നും താല്പര്യമില്ല പാസ്റ്ററെ പെട്ടെന്ന്. അപ്പൊ അവിടെ അടക്കത്തിന് ദൈവദാസൻ വചനം പറയാൻ ഇച്ചിരി കൊടുത്തും പറയൂ, ഇതൊന്നും വേണ്ടത്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, അവൻ എന്നാ ചെയ്ത് വരാൻ പറഞ്ഞു. ഞാൻ പുള്ളിയുടെ വായിക്ക് പഠിച്ച് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. പിന്നെ അവർ പുറകെ വന്നേക്കും. അങ്ങനല്ല, ക്ഷേത്രത്തിലെ ശാന്തിക്കാര് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസത്തിന് ആരെയും ഉടക്കാൻ ചെല്ലുമോ? തിരുമേനി മതി, അത്ര ശ്ലോകം മതി, ഇനി ബാക്കിയെല്ലാം പിന്നെ താനിരുന്ന് ചൊല്ലിക്കൊള്ളുന്ന് പറയുമോ? നീ വിവരം അറിയും. പള്ളിയിൽ അച്ഛൻ കുർബാന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷകള് പുസ്തകം വെച്ച് ഏതെങ്കിലും ഒരുത്തം കയറിച്ചെന്ന് പറയുമോ? നീ വിവരം അറിയും. പിന്നെ നിനക്ക് ഞോണ്ടാനുള്ള സ്ഥലം ഇതാണോ? ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു അധികാരമൊക്കെ വേണം. അങ്ങനെയുള്ള കേസൊക്കെ ഇഞ്ഞു കൊണ്ടുപോകാൻ ഞാൻ കൈകാര്യം ചെയ്യാം. വചന ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. അത് താല്പര്യമില്ലാത്തവൻ വേറെ സഭയെ പൊക്കോണം, വേറെ സ്ഥലത്ത് പൊക്കോണം. സ്തോത്രം. അത് വിവാഹ ശുശ്രൂഷയാന്നേലും ശവസംസ്കാരത്തിനാന്നേലും വചനത്തിനാ പ്രാധാന്യം. ഇതിന്റെ പ്രമാണം എങ്ങനെയാന്ന് അത് മനുഷ്യനെ ഒത്തിരി പേരൊന്നും പ്രസംഗിക്കണ്ട. ആരും വിവാഹത്തിന് തന്നെ ഒരാൾ നന്നായിട്ട് പറ. ശവസംസ്കാരം നടക്കുന്നിടത്ത് ഒരാൾക്ക് 1 മണിക്കൂറെങ്കിലും കൊടുക്കണം ദൈവവചനം. ഇത് മുഴുവൻ ഞാൻ സംഗീതം ഞാനും കുറ്റക്കാരനാ. മുഴുവൻ അങ്ങ് അനുശോചനമാണ് പറയുന്നതെല്ലാം. തന്നടി പിന്നടി ഒരു അവിടെ കാണാൻ എവിടെ കാണാന്ന് ഇവിടുത്തെ കാര്യം കഴിഞ്ഞാൽ ചെല്ലേ പിന്നെ അങ്ങോട്ട് പോകുന്നത്. തന്നെയല്ല നമ്മൾ ഈ ഫോട്ടോ ഒക്കെ വെച്ചേച്ച് കൊടുക്കുന്ന പടങ്ങൾ നമുക്കേ പിടികിട്ടുള്ള നാട്ടുകാർക്കൊന്നും നിര്യാതനായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകും. ഇത് നാളൊരു ഓട്ടം തികച്ചു. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, പുള്ളി സ്പോർട്സിലായിരുന്നു. 94 വയസ്സുള്ള അപ്പച്ചൻ മരിച്ചപ്പോ കൊച്ചുമക്കൾ കൊടുത്ത ഓട്ടം നമുക്ക് പിടികിട്ടും. അപ്പം ഹൈന്ദവനായൊരു പുള്ളി സ്പോർട്സിൽ ഇപ്പൊ നമുക്കിത് പിടികിട്ടും കേട്ടോ. വേറെ എഴുതിയപ്പോൾ അക്കരെ നാട്ടില് പുള്ളി എന്ന് പോയെന്ന് കഴിഞ്ഞ ആഴ്ച പുള്ളിയാ ഞാൻ കണ്ടതാ. പുള്ളി എന്ന് സാധാരണ അക്കരയ്ക്ക് പോയെന്നൊക്കെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. ചെറുക്കൻ എന്ത് ചെയ്യാ, അവൻ അക്കരയ്ക്ക് എന്ന് പോയി കഴിഞ്ഞ ആഴ്ച പോയി. ആട്ടെ സുഖമായിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാ നമ്മള് അന്നേരം കൊടുക്കുക. അക്കരെ നാട്ടിൽ പുള്ളി എന്ന് പോയെന്ന്. ഇത് നമുക്ക് പിടികിട്ടും, എല്ലാവർക്കും ഒന്നും പിടികിട്ടുകയില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാനാ 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ. അതുപോലെ കല്യാണം നടത്തുമ്പോൾ ഞാൻ സംഗീതം പറയും, കുഞ്ഞാടിന്റെ കല്യാണം. ഇതുങ്ങളിപ്പൊ നടത്തി ആടിനെ നമുക്കറിയാം കുഞ്ഞാടാരാന്ന്. വെളിയിൽ നിന്ന് വരുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അവരവിടെ നിന്ന് ചിന്തിക്കും, ഇപ്പൊ ഈ ആടിനെയും കല്യാണം കഴിപ്പിക്കുക.
അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ, അതായി പറഞ്ഞു വരുന്നേ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ കുറഞ്ഞത് ഒരു 45-50 മിനിറ്റ്, എന്റെ അഭിപ്രായം 1 മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു 50-45 മിനിറ്റ് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന സുബോധത്തോടെ പരിജ്ഞാനത്തോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവദാസനെ നിയോഗിക്കണം. എല്ലാവരും ഒന്നും യോജിക്കുകയല്ല, അത് അറിയാം, അല്ല പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, ഈ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് ഭക്ഷണത്തിനൊക്കെ ഇരിക്കുമ്പോ പിന്നെ നിങ്ങൾ പാട്ട് പാടരുതെന്നാണ് എന്റെ അഭിപ്രായം. എത്ര പാട്ടാ നിങ്ങൾ പാടിയത്, നിങ്ങൾക്ക് കാശ് കൊടുക്കണം, അതിനെ അവരെ വിളിച്ചത് വിളിക്കുന്നവരോടാ പറയുന്നത്, അവരെ കൊണ്ട് പിന്നെ പാടിപ്പിക്കരുത്. മനുഷ്യനൊന്ന് സംസാരിക്കാൻ ഇത് എന്തായാലും ഭക്ഷണം നിൽക്കുമ്പോ കിടന്ന് കുഴയെന്ന് കണ്ടിട്ടില്ലേ? പിന്നെ അടുത്തിരിക്കുന്നത് എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് വന്നതുപോലെ ഭക്ഷണം കഴിക്കാനും വർത്താനം പറയാൻ. ഇത് കാരണം കേൾക്കാൻ മേലെന്ന്. അതല്ല, എനിക്ക് പാട്ട് പാടിയേ ഓക്കൂ, അല്ലെ വിളിക്കുന്നവര് പാട്ട് പാടിച്ചേ വിടൂ എന്നുള്ളവര് വളരെ വോളിയം കുറച്ച് പാട്ട് പാടണം. തന്നെയല്ല, ഈ പാട്ടുകാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതുങ്ങൾ ഇതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ എച്ചില് തിന്നാനാ ചെല്ലുന്നത്. ഞാൻ എന്നാടാ കുനിഞ്ഞിരിക്കുന്നത്? ഉള്ള കാര്യമല്ലേ പറയുന്നത്? നിങ്ങൾ പാടുന്നവരില്ലേ? ആ മേശയൊന്നും പിന്നെ വൃത്തിയാക്കി പിന്നെ അതുങ്ങൾ നോക്കി നിൽക്കും. അത് ശരിയല്ല. അവരും കൂടെ ഒന്നിച്ച് കഴിക്കട്ടെ. ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഇത് പാടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വന്നേച്ച് പിന്നെ മുഴുവൻ അവിടെ വലിയ ഗാർഗിൽ യുദ്ധം നടന്നതുപോലെ അതുങ്ങളെല്ലാം അവിടെ നോക്കി നിൽക്കുക. പിന്നെ ഇതിനൊക്കെ കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ, ഒന്നും പാടില്ല. അത് ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞെന്നുള്ള ഭാഗം അങ്ങ് വിടുക. ഞാൻ സത്യമല്ലയോ പറഞ്ഞു? സത്യമല്ലേ പറഞ്ഞു? പേര് നമ്മൾ ഒന്നിച്ച് പഠിച്ച രാധാകൃഷ്ണനാണ്. എന്നിട്ടാണ് ഇത്ര നേരം ഇങ്ങനെ ഇരുന്നേ. ഉണ്ടൊക്കെ 500 പുഞ്ചവയില 500. ഞാൻ വന്നിട്ട് എന്നെ എനിക്ക് കൈ തരാഞ്ഞു. കൈ തന്നെങ്കിലും പറഞ്ഞില്ല ഞാൻ ഇന്നെ പോലെ ആട്ടെ. ദൈവത്തിന്റെ മഹത്വം ഉള്ള കാര്യമല്ലേ പറഞ്ഞു? പാട്ട് പാടുന്നതിന് ഞാൻ എതിരല്ല, ഞാനും പാടുന്ന ആളാ. അവരെ പോലെ പാടുകയില്ലെങ്കിലും പക്ഷെ അവരെയും കൂടെ ബഹുമാനിക്കണം. ആശീർവാദം കഴിഞ്ഞാൽ പിന്നെ പാടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുവരെ പാടുകല്ലോ നിന്ന്. അവര് ഒന്നിച്ച് ഭക്ഷണം കഴിക്കട്ടെ. കാശൊട്ട് കുറച്ച് കൊടുക്കുകയും ചെയ്യരുത്, ഏറ്റ പൈസ കൊടുക്കുകയും ചെയ്യണം. അതാ നിങ്ങൾ ആശീർവാദം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പാട്ട് പാടില്ല, എന്നാൽ ഇത്രയും കുറയ്ക്കട്ടെ, അതും പാടില്ല. അവരുമൊക്കെ വണ്ടി പിടിച്ച് വരുന്നവരും കുടുംബസ്ഥരും ഒക്കെയാണ്. ഇതെല്ലാം പരിജ്ഞാനത്തോടെ ചെയ്യണം. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം വളരെ പരിജ്ഞാനത്തോടെ ഇരിക്കണം. വചന ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. അത് വിവാഹമാന്നേലും ശവസംസ്കാരമാന്നേലും ഭവനപ്രതിഷ്ഠയാന്നേലും ആരാധനയാന്നേലും വേർപെട്ട ദൈവമക്കളുടെ ഏത് ശുശ്രൂഷയ്ക്കും ഏറ്റവും പ്രാധാന്യം വചന ശുശ്രൂഷയാ. ബാക്കി ശുശ്രൂഷകളെ മുഴുവൻ വചന ശുശ്രൂഷയുടെ കീഴിലാണ്. കാരണം ദൈവത്തിന്റെ വചനമായി പറയുന്നത് എല്ലാ തിരുവെടുത്തും ദൈവശാസ്ത്രം മാത്രമാണോ? ഏതെങ്കിലും വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ, ആ വചനം ദൈവമാണ്. അതിനാ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു സേട്ടൻ എന്ന് പറയുക. അപ്പോൾ ഇവര് ഈ എബ്രായ മതം യഹൂദ മതം വിട്ടു വന്നവരാ. അമ്പരചുംബിയായ പള്ളി, പുരോഗത വരേണ്യന്മാർ, കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, ജാതിയിൽ സേട്ടൻ എന്നുള്ള തണ്ടും കുങ്കും ഇതൊക്കെ ഇട്ടേച്ച് വരുമെന്ന് ഇവർക്ക് ഇപ്പൊ തോന്നി. വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത് അബദ്ധമായോന്ന്. അങ്ങനെ അബദ്ധമായി എന്നുള്ള ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് 2 വാക്യം വായിച്ചോ ദൈവരാശി. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും വാക്യം 2 അറിവുള്ള വാക്യമാ. എന്നിരുന്നാലും വായിച്ചു. 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാൻ. അപ്പോൾ മന്ദത ക്ഷീണിച്ചതിന് തെളിവ്. ഇനി 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ക്ഷീണിച്ചതിന് തെളിവ് 12, 12. ആകയാൽ തളർന്ന കൈയും അപ്പോ കൈ തളർന്നു, കാലും ഒക്കെ കുഴഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആരംഭ സമയത്ത് തീക്ഷണതയോടെ നിന്ന് ഇറങ്ങി വന്നവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി വിട്ടുപോകുന്ന വേല ആ വലിയ യെരൂശലേം പള്ളി വിട്ടത് അബദ്ധമായോ? അയ്യോ, പുരോഗത വരേണ്യന്മാരെ അവൻ വിട്ടേച്ചു പോകുന്നത് മണ്ടത്തരമായോ? അവൻ മാത്രമല്ല, ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചതും അബദ്ധമായോ?
അബദ്ധമായോ? ഈ ജാതിയുടെ മഹിമയൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ, ഇത് അബദ്ധമായോ എന്നുള്ള ചിന്ത അകത്ത് കയറിയപ്പോൾ പൗലോസിനെ ദൈവം ഉപയോഗിച്ച് പറയുക, എന്റെ എബ്രായ ക്രിസ്ത്യാനികളെ, നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടെന്ന് വെച്ചത് മണ്ടത്തരമല്ല. വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇനി എന്റെ ഭാഷ ഞാൻ പറയാ, എല്ലാം യോജിക്കുകയല്ല. ഈ മാർഗത്തിൽ വന്നത് അബദ്ധമൊന്നുമല്ല. എന്റെ ഭാഷ ഒന്നുകൂടെ പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ട് ഈ ദൈവകൃപയെ വന്നു, നിങ്ങളും അങ്ങനെ തന്നെ. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് മണ്ടത്തരമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്ന അബദ്ധമായെന്ന്. ഇതിനകത്ത് അപാകതകൾ കാണും, ന്യൂനതകൾ കാണും, പോരായ്മകൾ കാണും. മനുഷ്യനല്ലേ, അവൻ നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ പലരിലും കാണും, വ്യക്തികളിൽ കാണും, ചില കുടുംബത്തിൽ കാണും, ചില സഭകൾക്കകത്തുമൊക്കെ ന്യൂനതകൾ കാണും. ന്യൂനത നോക്കുന്നവർ എവിടെ ചെന്നാലും അത് കണ്ടുപിടിക്കും. എന്നാൽ ഒരു കാര്യം പറയും, ഇവിടെ ആരും പൂർണ്ണരല്ല, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഉപദേശം, ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രമാണം, ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലം, അവൻ ഏറ്റവും യോഗ്യമായ ഇടം, അത് വന്നു കയറിയ സ്ഥലമാ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ദൈവമക്കളോ പറയാം, നീ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല. വരേണ്ട സ്ഥലത്താണ്, വരേണ്ട സ്ഥലത്താണ് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ രക്ഷിക്കപ്പെട്ടത് മണ്ടത്തരമല്ല. അയ്യോ ചിന്നമേ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടത് അബദ്ധമല്ലെന്ന്. അല്ല അല്ല, നീ കമ്മലും മാലയെ ഊരിയതും അബദ്ധമല്ല, ആഭരണമേ. ഇപ്പൊ ചില ഈ പൂഞ്ഞാൻ ഉപദേശമാര് പറയുന്നുണ്ട് ഇട്ടോളാൻ. ഉണ്ട് പോളച്ചനില്ലയോ? പോളച്ചന് ഇപ്പൊ ചിലര് പറയും ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും. നിങ്ങളുടെ അഭിപ്രായം എന്നാ? നീ ഇത് ഉപേക്ഷിച്ചത് അബദ്ധമൊന്നുമല്ല കേട്ടോ. ആഭരണം മാത്രമല്ല, എല്ലാ കാര്യവും, പഴയ ആചാരങ്ങള്, മാമൂലുകള്, അനുഷ്ഠാനം, പാരമ്പര്യം, ഇതൊക്കെ വിട്ടേച്ചു പോകുന്നത് മണ്ടത്തരമല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നമുക്ക് ഒത്തിരി ആചാരം ഉണ്ടായിരുന്നില്ലയോ? അടുക്കള കാണാൻ പോകുക, വലത്തുകാല് വെച്ച് കല്യാണം കഴിയുമ്പോൾ കയറുക, അമ്മക്കച്ച കൊടുക്കാൻ പോകുക, ബർത്ത്ഡേ ആഘോഷിക്കുകയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയും പ്രസവത്തിന് വിടാൻ പോകുകയും കൊണ്ടുവരും. ഇതൊക്കെ നേരത്തെ. ഇപ്പോൾ എന്തേലും അതൊക്കെ ചെയ്യുന്നുണ്ട്, നീ മാനസാന്തരപ്പെട്ടോണം. പുതിയ വീട് വെക്കുമ്പോ പാല് കാച്ചുകയും ഉണ്ട്, ഒത്തിരി എണ്ണം ഉണ്ട്. അതൊക്കെ അറിയായ്മയുടെ കാലത്താ. വീട് വെക്കാൻ സ്ഥാനം നോക്കുകയൊക്കെ ചെയ്യുന്നത്, ലക്ഷണം നോക്കുകയും ചെയ്യുന്നത്, അത് അറിയായ്മയുടെ കാലത്താ. കാരണം പുസ്തകം പഠിപ്പിക്കുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാരകം നിന്റെ കൂടാരത്തിൽ കൂടെ വരത്തില്ലെന്നാ, അടുക്കത്തില്ല. അതുകൊണ്ട് ആരെയും പറയാ, ആമേ മേരിക്കുട്ടി ഇതിലെ ഒരു വരത്തുപോക്കുണ്ട്, അയ്യോ അന്ന് അതിനൊന്ന് തടഞ്ഞേക്കാൻ, ഏതവൻ തടയാനാ? എടാ, ഇത് ദൈവം നോക്കണം. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. നിനക്കൊരു വസ്തു ഉണ്ടെങ്കിൽ, വീട് പണിയുന്നെങ്കിൽ പ്രാർത്ഥിച്ച് കുത്തിയടിച്ചങ്ങ് പണിയുക. അവൻ ബാക്കി കാര്യം ദൈവം നോക്കും. ഒരു വരത്തുപോക്കും ഒരു ആഭിചാരവും നിനക്ക് പറ്റത്തില്ല, ഒരു ലക്ഷണവിദ്യ നിനക്ക് ഫലിക്കത്തുമില്ല. ഇന്ന് രാത്രി നിന്നെ ചുറ്റി പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവമക്കളോടാ പറഞ്ഞ, നാളൊന്നും നോക്കണ്ട, ഒരു നാളും നോക്കണ്ട. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ട് പലരും, ഇനി അത് വേണ്ട. അയ്യോ, നമ്മുടെ നാള് വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഭാഷയിൽ പണ്ട് കോവൂരെ കുഞ്ഞോളച്ചമ്മ പറയുമായിരുന്നു, നമ്മുടെ നാള് ഭാഗ്യനാളാ. ഒരു പാട്ടുമുണ്ട്, ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ അത് സന്തോഷത്തോടെ പാട്, കരഞ്ഞോണ്ടാ പാടുന്നത്. യേശു എൻ പാപം തീർത്ത ഇന്ന് രാത്രി. അതുകൊണ്ട് മറ്റു നാളുകളൊന്നും നോക്കണ്ട, ഒരു ദോഷവും നിനക്ക് വരികയല്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇതെല്ലാം വിട്ടേച്ചു പോകുന്നത്, ഉപേക്ഷിച്ചു പോകുന്നത് അബദ്ധമല്ല. ശ്രേഷ്ഠമേറിയ സ്ഥലത്താ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുവാ രണ്ടുപേരൂടെ ഭാഗ്യമാണ്. ഞാൻ ഓടത്തിന് ഈ പ്രസംഗം പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? രണ്ടുപേരൂടെ ഇപ്പൊ നിർത്താം. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഉപേക്ഷിച്ചത് വിട്ടുപോകുന്നത് മണ്ടത്തരമല്ലെന്ന്.
ഈ മാർഗത്ത് വന്നിട്ട് ചില വർഷങ്ങളാ ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. ഇപ്പോഴും സങ്കടമാ, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാ. അതുപോലെ അനുഭവങ്ങളാ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്നറിയാമോ? ആത്മരക്ഷ കരസ്ഥമാക്കി. മാത്രമാണോ? 2 പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തൊരു വിശേഷത, സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആർക്കും പ്രശ്നമില്ലെന്നാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളവരാ. പക്ഷെ ആ പ്രശ്നമുണ്ടെങ്കിൽ താണ്ട് സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന എന്നാന്നറിയാമോ? ആമേൻ സ്തോത്രം. കാശ് കണ്ടമാനം വന്ന് കുത്തിയിട്ടല്ല, സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനമാ ഉള്ളത്തിൽ തന്നിരിക്കുന്നത്. ക്രിസ്തു നമ്മുടെ സമാധാനം. ദൈവത്തിന് മകത്വം. ബാക്കി ഭാഗത്തോട്ട് പിന്നെ പറയാം. ഈ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. ഞാൻ എല്ലായിടത്തും പറയും, സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷിക്കും. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16 എടുത്ത് പെട്ടെന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന് റോമാലേഖനം 1:16 പെട്ടെന്ന് വായിച്ചു. സമയം പോകുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ എവരനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി എന്നെ കേൾക്കേണ്ട പ്രിയരെ, ഈ മാർഗത്തിൽ വന്നതിന്റെ വിശേഷത എന്നെയാണെന്നറിയാമോ? ഇത് സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ സമീപത്തുള്ളവനെ രക്ഷിക്കും, സകല മനുഷ്യനെ രക്ഷിക്കും. ഒരു വിഭാഗക്കാർക്കോ മതക്കാർക്കോ സംഘടനക്കാർക്കോ സഭക്കാർക്കോ വേണ്ടി മാത്രമല്ല, സകല മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ജാതിയും മതവും ഒക്കെ മനുഷ്യനുണ്ടാക്കി വെച്ച കൊന്ത്രാക്കൊള്ളിക. ഇവിടെ അങ്ങനെയൊക്കെ തരംതിരിച്ചു വെച്ചിരിക്കുക. ഇനി ആ രീതിയിൽ അങ്ങ് പറയാ, നീ ഏത് മതമാണോ വിഭാഗമാണോ സംഘടനയാണോ, നിന്റെ നിറമോ നിലവാരമോ കുടുംബമകനെയോ സേട്ടതയോ, നിനക്ക് കാശുണ്ടോ ഇല്ലയോ, ധനവാനാണോ ദരിദ്രനാണോ പണ്ഡിതനോ പാവനോ, ഇതൊന്നും വിഷയമല്ല. നീ വെളുത്തവനോ കറുത്തവനോ ആഫ്രിക്കക്കാരനോ കേരളക്കാരനോ അല്ലെങ്കിൽ ചൈനക്കാരനോ ബർമ്മക്കാരനോ, ഇതൊന്നും വിഷയമല്ല. ഇന്ന് രാത്രി സകല മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇതിന് 5 പൈസ കൊടുക്കണ്ട, അരക്കാശ് തുണി വേണ്ട, അരി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, ആട് വേണ്ട, മാട് വേണ്ട, കാട് വേണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന കിടത്തിന് നേർച്ചയിടണ്ട. മിക്കടത്തുമൊക്കെ നേർച്ചപ്പെട്ട് ഇഷ്ടം പോലെ നിരത്തി വെച്ചിരിക്കുക. ചിലരാന്ന് ഇപ്പൊ വലുതാക്കി ബസ്സേ കൂടെ പോകുന്നവന് എറിയുമ്പോ ദൂരെ പോകാതിരിക്കാൻ കൃത്യം ഇല്ലേ? അപ്പൊ ചൊല്ലി നോക്കി, നിങ്ങൾ സ്വോത്രകാഴ്ച എടുക്കുന്നത് ഇവിടെ എടുത്തില്ല. അതെടുക്കുന്ന തുറക്കത്തി വിടാനൊന്നുമല്ല. ചില ആൾക്കാർ യോഗമൊക്കെ നടത്തുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതിനാ. അല്ലാതെ ദൈവം പ്രസാദിക്കാനോ ഇത് തുറക്കത്തി വിടുന്ന മാർഗമല്ല. മനസ്സിലാകുന്നുണ്ടോ? അതൊരു യാഗമാണ്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 5 പൈസ കൊടുക്കണ്ട, അരിയും തുണിയും മണിയും കിണിയും ഒന്നും കൊണ്ട് കൊടുക്കണ്ട. മതങ്ങളെല്ലാം ലിസ്റ്റ് ഇട്ടിരിക്കുക, ഇന്നത് കൊണ്ടുവരാൻ. ഇവിടെ ഇത് മതമല്ല, ഇത് മതപ്രസംഗമല്ലല്ലോ. എന്തോ വചനപ്രഘോഷണവും സംഗീത ശുശ്രൂഷ, അതാ നോട്ടീസ്. മതപ്രസംഗമല്ല ഇത്. ഒരു മതത്തിന്റെ മതപ്രസംഗമാണ് ഞാൻ വരികയല്ല. മതപ്രസംഗമല്ല ഇത്. ഇത് ദൈവവചന പ്രഘോഷം. അതുകൊണ്ടാണ് വാക്യം വായിപ്പിക്കുന്നത്. അല്ലെ നാളെ പറയരുത്, ആ വചന പ്രഘോഷണം എന്ന് എഴുതുന്ന ഒറ്റ വാക്യം പോലും വായിപ്പിച്ചില്ല. ഇന്ന് വാക്യം വായിച്ച് ചൂപ്പാട് വരാൻ പോവാ. വരിക വചന പ്രഘോഷണം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മതപ്രസംഗമല്ല, ഇത് ദൈവത്തിന്റെ വചനം പറയുകയാ. ആ വചനം പറയുകയാ, രക്ഷ ഒരു വിഭാഗത്തിനോ മതത്തിനോ സഭയ്ക്കോ സംഘടനയ്ക്കല്ല, സകല മനുഷ്യർക്കും ആ രക്ഷ. ഇന്ന് രാത്രി നീ ഏത് വ്യക്തിയുമായിരുന്നോട്ടെ, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാ ദൈവം. അപ്പൊ ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2 കാര്യോടെ പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. സുവിശേഷം സമാധാനം തരും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 അറിവുള്ള വാക്യം നമുക്ക് വായിച്ചു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 പെട്ടെന്ന് വായിച്ചു. നിങ്ങളുടെ അരയ്ക്ക് സത്യവും കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം മതി. അപ്പോൾ സുവിശേഷത്തിന്റെ വേറൊരു പ്രത്യേകത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി നിനക്ക് സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. മദ്യം സമാധാനം തരത്തില്ല. ഇപ്പൊ ആണ് ഇഷ്ടം പോലെ മുട്ടിന് ബാറ. സമാധാനം കൊടുക്കാനാണ്. മനുഷ്യന്റെ സമാധാനം പോവുക. ഇവിടെ MC റോഡിലും ഒക്കെ ഇപ്പൊ വലിയ ബുദ്ധിക്കാരാ. ഹോട്ടലിൽ നിന്നും പറഞ്ഞാ തുടങ്ങുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോ അവിടെ ബാറെന്നും ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു.
മദ്യം കൊടുക്കുന്നതിന് എന്തോ പറയുന്നത്, ഇംഗ്ലീഷിലാണ് അതിന്റെ പേര്, എന്തോ പറ. ഓ, എനിക്ക് ഇംഗ്ലീഷ് വശമില്ല, അതുകൊണ്ട് തെറ്റും. എന്തോ ബിവറേജോ? ഇപ്പൊ എല്ലാം മെയിൻ റോഡിന്റെ സൈഡിലാക്കി. എന്ത് അപകടമാണ് നടക്കുന്നത്. എന്നാ ഈ ഇതിനൊക്കെ എങ്ങോട്ടൊരു മാറ്റി മനുഷ്യൻ അത്യാവശ്യത്തിന്. അവിടെ ഞങ്ങളാണ്ട് തിരുവല്ല വള്ളംകുളത്ത് എന്തോ ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഞാൻ എന്റെ ദൃഷ്ടിപ്പെട്ടതൊന്ന് മിക്കയിടത്തും ഇതൊക്കെ തന്നെ. മേടിച്ചോ? എന്നാ പറഞ്ഞു? ഏതാണ്ട് പറഞ്ഞു. എന്തോ പറഞ്ഞു? നീരേറ്റ് പുറത്ത് കൊണ്ടോ? ആട്ടെ, പുള്ളി പറഞ്ഞു നീരേറ്റ് പുറത്തും തുടങ്ങിയെന്ന്. ആയിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ട്. മുട്ടിനെ ഇത് തുടങ്ങിയിരിക്കുക. സമാധാനം വല്ലതും ഉണ്ടോ? എത്ര കുടുംബമാ തകരുന്നേ? എത്ര സഹോദരിമാരാ വിധവകളാകുന്നത്? എത്ര പേരാ ഉപദ്രവം സഹിക്കുന്നത്? എത്രയോ കുഞ്ഞുങ്ങള് ആണ് കഷ്ടമനുഭവിക്കുന്നു. എന്നിട്ട് യോജിക്കാൻ പറ്റാതെ അത് കഴിഞ്ഞ അങ്ങോട്ട് മാറി പോലീസുകാർ ഇത് കുന്തം കൊണ്ട് മണപ്പിക്കാം. ഈ മണപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതങ്ങ് നിർത്തിയാ പോരെ? എന്നെ നിങ്ങളല്ലേ എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ? അവരിത് മേടിച്ചോണ്ട് അങ്ങോട്ട് വല്ലതും കുടിച്ചേച്ച് അങ്ങോട്ട് പോണ്. എന്നാൽ എന്നെയും മണപ്പിക്കാൻ വന്നു. അടുത്ത് വന്നപ്പം പാസ്റ്ററായിരുന്നു ഒന്ന്. പിന്നെ ഓടിച്ചവനെ മണപ്പിച്ചു. അവൻ ശരിക്ക് വലിച്ചു. എന്തോ ഇത് ആട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ പാകം അങ്ങ് വിട്ടേക്കാം. മദ്യം നിനക്ക് സമാധാനം തരികയല്ല. ഇത് കലകവും കഷ്ടവും സങ്കടവും ഉപദ്രവവും തരുന്നതാ. വിഷം കഴിച്ച് ജീവിതം കൊടുക്കുന്നതല്ല, ആറ്റിച്ചാടിച്ചാകുന്നതുമല്ല. അല്ല, ദൈവത്തിന് മഹത്വം, ആത്മഹത്യയല്ല. സമാധാനം യേശുവിലുണ്ട്. ഇന്ന് രാത്രി ആ സമാധാനം യേശുവിലുണ്ട്. ആ സമാധാനം കൈവരിക്കാൻ ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, എന്റെ ഉള്ളത്തിൽ വരണം, എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും, സമാധാനം തരും. സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ, സമാധാനം തരുന്ന മാർഗമാ. ഒരു വാക്യം കൂടെ വായിച്ചാ ഭാഗം വിട്ട അതെല്ലായിടത്തും ഞാൻ പറഞ്ഞ സുവിശേഷം നിന്നെ ഉയർത്തും. അവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാണ്. ഈ സുവിശേഷം തന്നെ ഉയർത്തുന്നതാ കേട്ടോ. ഏത് അതപ്പതിച്ച അവസ്ഥയിൽ കിടക്കുന്നവനും സുവിശേഷം വിശ്വസിച്ച് ഈ മാർഗത്തിൽ വന്നു കഴിയുമ്പോൾ അവനെ ഉയർത്തും. അനുഭവസ്ഥരായി ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ ഓരോരുത്തർ കയറി വന്ന് പറയുന്ന പദമിതാ, ഞാൻ ഏറ്റവും സ്തോത്രം അതപ്പതിച്ച ആ പാപത്തിന്റെ പണ്ടുകുട്ടിയിൽ ആർക്കും വേണ്ടാതെ എല്ലാവരും വെറുക്കപ്പെട്ട് കിടന്ന വ്യക്തിയാ. ഞാൻ ജീവിതം ഒടുക്കാനിരുന്നവനാ, ഞാൻ നശിച്ചു പോകേണ്ടതാ. പക്ഷെ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് ഈ സുവിശേഷം കേട്ടപ്പോൾ ഈ സുവിശേഷം എന്നെ ഉയർത്തി. ഇന്ന് രാത്രി സുവിശേഷം തന്നെ ഉയർത്തും നിന്റെ കുടുംബത്തെ. അതുകൊണ്ട് അസൂയ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി നീയും ആമേൻ സുവിശേഷത്തിൽ വിശ്വസിച്ച് നിനക്കും ഇന്ന് രാത്രി ഉയർച്ച തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മാർഗത്തിൽ വന്നത് അബദ്ധമൊന്നുമല്ല, മണ്ടത്തരമൊന്നുമല്ല. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് പൗലോസ് പറയുക, വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. ഇവരെ എല്ലാവരിലും ശ്രേഷ്ഠൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിൽ പറയും. എന്നിട്ട് ഈ 10-ാം അധ്യായത്തിൽ പൗലോസിന്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ അടുത്തു വരാൻ, അകന്ന് നിൽക്കാതെ. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ എന്ന് വായിച്ചേ ദൈവദാസി. 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന ശീലക്കൂടെ നമുക്ക് പ്രത്യക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഗതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമന സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ 10-ാം അധ്യായത്തിൽ പറയുക, നിങ്ങൾ കൈ തളർന്ന് കാല് കുടഞ്ഞും മന്നത പിടിച്ച് അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വാ. അതും പറഞ്ഞ് തളർന്നും ക്ഷീണിച്ചും മടുത്തും അവരെ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറഞ്ഞ് അത് നോക്കി ഇത് നോക്കി നിങ്ങൾ മടുത്ത് അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തുവാന്ന് പറയുവാൻ പൗലോസ് അവിടെ 2-3 കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. അടുത്തോട്ട് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം അകന്നു നിൽക്കുക. അകന്നു നിൽക്കുന്നവരെ അടുത്തോട്ട് വിളിക്കുന്നത്. അവൻ അകലാൻ കാര്യം 2 കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 1 ദുർമനസാക്ഷി, 2 നല്ല ഹൃദയമില്ല. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. 1 ദുർമനസാക്ഷി, 2 നല്ല ഹൃദയം
ഇല്ല. നമുക്ക് ഹൃദയം പലർക്കും ഇല്ല. പണ്ട് കൊരങ്ങൻ പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ വെളിയിലോട്ട് പോകുമ്പോ ഹൃദയം അങ്ങനെ കൊണ്ടുപോകത്തില്ല. അപ്പൊ മുതല് ചോദിച്ചു, പിന്നെ എവിടെയാണ്? കൊരങ്ങൻ പറഞ്ഞു, അയ്യോ ഞാൻ വീടിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോ ഹൃദയം അത്തിമരത്തിന്റെ അവിടെ വെച്ച് ഇറങ്ങുന്നത് ആന്നു. പിന്നെ മുതലച്ചിക്ക് കൊടുക്കാനാ. കൊരങ്ങൻ ബുദ്ധിമാനായിരുന്നു. ഉടനെ മുതല പറഞ്ഞു, എന്നാ നമുക്ക് തിരിച്ചു പോയി എടുത്തോണ്ട് എന്നാ തിരിച്ചു വിടാൻ പറഞ്ഞു. നേരെ റിട്ടേൺ. അത്തയുടെ കീഴിൽ വന്നപ്പോ കൊരങ്ങൻ ചാടി കയറിച്ചു, ഞാൻ പോയിട്ടെന്ന് പറഞ്ഞു. പണ്ട് വള്ളക്കൂടത്തിൽ പഠിച്ച സ്കൂളിൽ എത്രാം ക്ലാസ് ആണോ? എത്രാം ക്ലാസ്സിലാണ് പഠിച്ചത്? 3-ാം ക്ലാസ്സില. അപ്പൊ 3 വരെ പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത്രയല്ലേ മനസ്സിലായില്ല? ഒട്ടും വിവരമില്ലാത്തവനല്ല 3-ാം ക്ലാസ്സൊക്കെ. അല്ല, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് വിവരവും ബോധം ഉള്ളവനല്ലെന്നാ. 3 വരെയൊക്കെ പോയിടത്തോളം ഓർക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല ഹൃദയം വേണ്ടേ? പലർക്ക് ഹൃദയമില്ല. അതിനാ ഹൃദയം കർത്താവിന് കൊടുത്തു. അതുകൊണ്ട് 2 തേങ്ങ ഇട്ടാലും അപ്പുറത്തുകാരന് കൊടുക്കാൻ ഒരു ഹൃദയം ഇല്ല. അത് മുഴുവൻ അരച്ചു തിന്നാനും ഒക്കുന്നില്ല. എല്ലാം ദീനമായതുകൊണ്ട് ഒക്കുന്നില്ല. എന്നാലും കൊടുക്കുകയല്ല. 10 മാങ്ങ പറിക്കാനുണ്ട്, 10 ചാക്കയൊക്കെ കിട്ടാനുണ്ട്, അപ്പുറത്തുകാർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്ന്. അല്ല, നീ അവിടെ കിടന്ന് ആയത്ത് കൈ അടിച്ച് വിക്ടറി എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യം ഇല്ല. ഞരമ്പ് വലിയാന്നല്ലാതെ ഒരു ഗുണവും വരികയല്ല. ഇതൊക്കെ ചെയ്യണമെന്ന് കണ്ടമാനം ഞരമ്പ് വലിക്കരുതിരുന്ന് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണം. 1 ഏക്കർ 2 ഏക്കർ ഉള്ളവര് സഭയിൽ 5 സെന്റ് സ്ഥലം ഇല്ലാത്തവന് 5 സെന്റ് സ്ഥലം കൊടുക്കണം. കൊടുത്തേച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാ നടക്കൂ? പള്ളിക്കൂടമൊക്കെ തുറക്കുമ്പോൾ മറ്റു പിള്ളേർക്കുമൊക്കെ 2 ബുക്കും 1 പേനായും ഒക്കെ മേടിച്ച് കൊടുക്കണമെന്ന്. അല്ലാതെ അവരിങ്ങോട്ട് തരട്ടെന്ന് പറഞ്ഞിരിക്കരുത്. ചില വിദ്വാന്മാരുണ്ട്, അവരുടെ ഇറക്കുകയല്ല, വല്ലവരും തരുന്നത് കൊടുക്കാനൊക്കെ എന്ത് നല്ല ബിരുദാണെന്നറിയാമോ? ഉണ്ണി അത് ഫോട്ടോ എടുക്കുന്നു, ഇവനെ പ്രസിഡന്റ്, അവന്റെ വൈസ് പ്രസിഡന്റ്, അവന്റെ കുന്തം, ഇവന്റെ അടുത്ത് നിന്നൊന്നും എടുക്കുക. എന്നിട്ട് വല്ലവനും അമേരിക്കക്കാരനോ പേർഷ്യക്കാരനോ തരുന്നത് കൊടുക്കാൻ എന്ത് ബിരുദായവന്മാർക്ക്. ഞാനിപ്പോ ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് ഫോട്ടോ എടുത്തു, അതിലിട്ടു, അപ്പുറത്തിലിട്ടു. എടാ, നീ കൊടുക്കാദ്യം. പമ്മിയിരിക്കുന്നത് ഇതൊക്കെ ചെയ്യേണ്ട കാര്യം ചെയ്യണം. അല്ല, സഹോദരിമാരോടും പറയാം, നിങ്ങൾ അടുത്തടുത്ത് വീടുണ്ടെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ ഞാനങ്ങ് ഓപ്പണായിട്ട് പറയാം, നല്ല മീൻ കൂട്ടാനോ ഇച്ചിരി ബീഫ് ഒലത്തുവോ അല്ലെ ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ളവരും പിള്ളേരും ഒക്കെ കാണും, മണമൊക്കെ വരുമല്ലോ. അപ്പൊ അത് ഇച്ചിരി അവർക്കൂടെ കൊടുക്കണം കേട്ടോ. അല്ല, തന്നെ അങ്ങ് ഒതുക്കരുത്. തന്നെ ഇരുന്ന് അങ്ങ് മാപ്പിളയും പെമ്പളയും കൂടെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുക, 2 പേരെ കൊണ്ട് ചൂടാക്കുക, പിന്നെ കൊണ്ട് ചൂടാക്കുക. അങ്ങനെ തിന്നരുത്. അപ്പുറത്തെ പ്രായമുള്ള അപ്പനോ അമ്മയോ കൊച്ചുങ്ങളൊക്കെ അപ്പുറം അവർക്കൊക്കെ കൊടു എന്ന് വെച്ച് ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറയണം. ഇതൊക്കെ ചെയ്തേച്ച് വേണം. ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. നല്ലൊരു ഹൃദയം വേണം. കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് നല്ല വസ്ത്രമില്ലെങ്കിൽ നീ അത് അന്വേഷിക്കണം. അടുത്തിരുന്ന് ആത്മാവിലാകുമ്പോ അവിടെ വാരിയല്ലൊടിയ ആത്മാവിലാകുമ്പം അപ്പൊ ചോദിക്കണം. അവർക്ക് സഹോദരിമാർക്ക് ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ അവർ ചെല്ലുമ്പോൾ അറിയാമല്ലോ. അതൊക്കെ കൊണ്ട് കൊടുക്കണം. സഹോദരന്മാരും അങ്ങനെ ആയിരിക്കണം. നല്ലൊരു ഹൃദയം വേണം. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്ന ഹൃദയശുദ്ധിയുള്ളവർ അവരാ ദൈവത്തെ കാണുന്നത്. ആസാഫ് ഒരിക്കൽ പറഞ്ഞു, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സൂക്കികളായി മേവുമതിലിട തിരതുല്യം. എന്നാൽ ദുർമതികൾ സൂക്കികളായി മേവും അതിലിട തിരതുല്യം.
നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാ. രണ്ട് കാരണത്താൽ അകന്നു പോയി. ഒന്ന്, നല്ലൊരു ഹൃദയമില്ല. രണ്ട്, നല്ല മനസാക്ഷി വേണേ. സമൂഹത്തോട്, ഭവനത്തിലെ, സമൂഹത്തിലെ, സഭയില്, എല്ലായിടത്തും നല്ല മനസാക്ഷി വേണം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. രണ്ട് കാരണത്താൽ അകന്നു പോയി. ഒന്ന്, നല്ല ഹൃദയവുമില്ല. രണ്ട്, ദുർമനസാക്ഷി. അതുകൊണ്ട് അകന്നു പോയി. അകന്നു പോയവർ അങ്ങനെ അങ്ങ് പൊക്കോട്ടെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അവരോട് പറയാ, അടുത്ത് വാ, നിങ്ങൾ ധൈര്യത്തോടെ വാ. അപ്പൊ ധൈര്യത്തോടെ വിളിക്കുമ്പോൾ 3 കാരണങ്ങൾ കാണിച്ചേച്ചാ വിളിക്കുന്നത്. ചുമ്മാ വിളിക്കുകയല്ല, 3 കാരണം. എല്ലാം വിവരിക്കാൻ നേരമില്ല. അതിലൊന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കണ്ട, ധൈര്യത്തോടിഞ്ഞു വാ. ഇതൊരു സഭക്കാരുടെയും വഴിയല്ല. കത്തോലിക്കരുടെയോ മാർത്തോമയോ യാക്കോബയോ ഓർത്തഡോക്സോ റീത്തോ ലത്തീനോ ലണ്ടനോ പെന്തിക്കോസോ ബ്രദറോ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കലോ ഉണ്ടല്ലോ സാൽവേഷൻ, ഇവരുടെ ആരുടെയും വഴിയല്ല. ഇന്ന് കാണുന്ന ഒരു സംഘടനയുടെയും വഴിയല്ല. ഈ വഴി ഒരുക്കിയത് സെക്രട്ടറിയോ സൂപ്രണ്ടോ ഓവർസിയറോ പ്രസിഡന്റോ, ഇത് കുമ്പനാട്ടിൽ നിന്ന് ഒരുക്കിയ വഴിയല്ല. ഇത് പുനലൂരിലല്ലോ, പറന്തലല്ലയോ ഇവിടെ, ആയിക്കോട്ടെ, അവിടുന്ന് ഒരുക്കിയ വഴിയല്ല. ഇത് തിരുവല്ല ചാരോനിൽ നിന്ന് തോമാച്ചൻ ഒരുക്കിയ വഴിയല്ല. കല്ലുവല്ല കുഞ്ഞുമനച്ചാന്റെ വഴിയല്ല. പാസ്റ്റർ പോള് സിലോണിൽ നിന്ന് ഒരുക്കിയ വഴിയല്ല. ഇത് മുളക്കുടയിൽ നിന്ന് ഒരുക്കിയ വഴിയുമല്ല. ഇത് പാക്കിൽ നിന്ന് ഒരുക്കിയ വഴിയല്ല. അങ്ങനെ എല്ലാം പറയാൻ നേരമില്ലാത്തത് കൊണ്ട് ഇത് ദേവലോകം, പേര് ദേവലോകം, അവിടുന്ന് ഒഴിക്കുന്നതല്ല. പേര് നല്ലതാ, പക്ഷെ ദേവലോകം ആന്നു. പണ്ട് കോട്ടയത്ത് നമ്മൾ ബോട്ട് കണ്ട് ദേവലോകം, ചാടി കയറി ദേവലോകത്ത് പോകാൻ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ കയറിയെടുത്ത് കൊണ്ടിറക്കി. അവൻ ചോദിച്ചു, ദേവലോകം അതൊക്കെ കഴിഞ്ഞെന്ന്. ഏതില്ലേ? അയ്യോ, കഞ്ഞിക്കൂടി നിന്ന് താഴോട്ട് വന്നപ്പോഴല്ലേ ദേവലോകം. ആ പറഞ്ഞു, ദേവലോകം അതാണ് കണ്ടവാന്നോ ദേവലോകം. മനസ്സിലായി കാണും. ഇത് അവിടുന്ന് ഒന്നും ഒരുക്കിയ വഴിയല്ല. ഒരു സഭാ നേതൃത്വവും ഒരു സംഘടനയും ഒരുക്കിയ വഴിയല്ല. ഈ വഴി യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴിയാ. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. ഏത് വ്യക്തിക്കും ഈ വഴി കൂടെ മുൻപോട്ട് വരാം. പ്രൈസ് ദി ലോർഡ്. ചാട്ടവാറ് കൊണ്ട് ഘോരമായി പ്രകരിക്കുമ്പോൾ അവിടുത്തെ തിരുശരീരത്തിന്റെ മാംസം പറഞ്ഞ് ഇരുന്ന് അവൻ മാറി. സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പാടി അവിടുത്തെ മുതുക് ഉഴവുചാലുപോലെ നീളത്ത് കീറി. പ്രിയരെ, ഇങ്ങനെ കീറി അവനത് ഒരുക്കിയ വഴിയാണ് ഈ പുത്തൻ വഴി. അതുകൊണ്ട് ഇന്ന് രാത്രി നീ മടിച്ചു നിൽക്കരുത്, ഈ വഴിയിൽ കൂടെ മുൻപോട്ട് വാ. 3 കാര്യമാണ്. 2, ഇവിടെ പരിശുദ്ധ രക്തമുണ്ട്. പരിശുദ്ധ രക്തം, അത് യേശുവിന്റെ രക്തമാണ്. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, ആമേൻ, സകല അകൃത്യങ്ങളും മോചിക്കുന്ന രക്തം, ആമേൻ, നിനക്ക് സമാധാനം തരുന്ന രക്തം. ഇത് വിലയേറിയ രക്തം, ഇത് പുണ്യാക രക്തം, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഇത് ആട്ടുകൊറ്റന്മാരുടെ കാനക്കടാക്കണൻ രക്തവും മലിനപ്പെട്ടവ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധ വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത് ഈ രക്തം ജയം തരുന്ന രക്തമാ. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും ജയിച്ചു. ഇത് ജയം തരുന്ന രക്തമാ. അങ്ങനെയെങ്കിൽ സകല പാപങ്ങളും മോചിക്കുന്ന പരിശുദ്ധ രക്തം ഇവിടെയുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തു വാ. 3, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുക. ഇവിടുത്തെ വാദവും തർക്കവും ഒക്കെ ഇത്രയ്ക്ക് ഉള്ളു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ വിധി വരിക, പിറ്റേന്ന് മാറ്റുക. ഇപ്പം ഞാൻ ഒന്നും പറയാൻ മുതിരുന്നില്ല. ഒന്നും ഇവിടെ ന്യായമായിട്ടൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. പലർക്കും പലതിലെ വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പലതിലും അതെന്നാ ആരുടെയും കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പുസ്തകം അങ്ങനെ എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ ശരിയായ ഒരു വിധിയും ശരിയായ ഒരു ഭരണവും വരണമെങ്കിൽ യേശു വരണം. സമയം അല്പം പോയി, എന്നാലും അങ്ങ് നിർത്താം. ഒരു കോട്ടണോ എവിടോട്ട് ഒരു പഴയ പാട്ടുണ്ട്. നീതിക്കായി മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. എഴുന്ന ജോബിപ്പി ദീപം തെളിയിപ്പി പറന്നു പോവാൻ കാലമേ
ശരിയായ ഭരണം യേശു വരണം. അപ്പൊ അതുവരെ ഇവിടെ നീതിയായിട്ടൊന്നും ഭരണവും ഒന്നുമില്ല, വിവരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ ആരും നിന്റെ പക്ഷം പിടിക്കാനില്ലെങ്കിലും നിരാശപ്പെട്ട് വരുന്നത്, നിനക്ക് പക്ഷം പിടിക്കാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഉണ്ടെന്ന് ഭാര്യയോ ഭർത്താവോ മക്കളോ വേണ്ടപ്പെട്ടവരോ സഹോദരോ ആരും ചിലപ്പോ പക്ഷം പിടിക്കാൻ. ഇവിടെ ഈ കാശും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാര്, പിന്നെ സഭയിലാണെങ്കിലും കാശുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ ഉള്ളു. കാശ് കൊടുക്കുന്ന അച്ചാൻ അടിച്ചാലും പറയാം, അതൊരു ചെറിയ ബലഹീനത. ജോർജ് കുട്ടിക്ക് ഒരു ചെറിയ തന്നെയല്ല, പുള്ളി കുടിച്ചാലും വളരെ തങ്കച്ചാൻ 2 പുക എടുക്കും, എന്നാലും പുള്ളി നമ്മുടെ നേരെ ഊതുകയല്ല. മറ്റവൻ പുക എടുക്കുന്നെങ്കിലും നമ്മളെ നന്നായിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. മേഴ്സിമാമ നുണയും കൊതിയും പറഞ്ഞാലും ആത്മാവിലാകും. അമ്മാമ്മ വന്നാൽ ഒരു അരങ്ങ് ആട്ടെ. ഞാൻ അധികം ഒന്നും പറയിപ്പിക്കുന്നില്ലല്ലോ. സ്തോത്രം. ഇതൊക്കെ നോക്കിയാ, പക്ഷേ ഇവിടെ ഇതെല്ലാം നോക്കിയ ആൾക്കാർ ഇടപെടുന്നേ ആണെന്ന്. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും നിന്റെ പക്ഷം പിടിച്ച് ഒരുവൻ സ്വർഗത്തിൽ വാദിക്കുന്നുണ്ട്. നമ്മൾ പാടുന്നൊരു പാട്ടിന്റെ വരി ഇങ്ങനെ, താതൻ സന്നിധിയിലൻ പേർക്ക് സദാ പക്ഷവാദം പക്ഷവാദം ചെയ്യുന്ന ആദാതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാ. ഓ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. 3 കാര്യം പൗലോസ് തെളിയിച്ചു. 1, ഒരു പുത്തൻ വഴി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2, പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്, സകല പാപവും മോചിക്കും. അടുത്ത് 3, ഇവിടെ ആരുമില്ലെങ്കിലും നമുക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ധൈര്യത്തോടെ അടുത്തു വാ. പിന്നെ അടുത്ത് വരുന്നവരോട് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അടുത്ത് വരുമ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം വേണം. 1, ബാഹ്യ ശുദ്ധീകരണം. 2, ആന്തരിക ശുദ്ധീകരണം. വാക്യങ്ങൾ എല്ലാം ഇതിനകത്ത് വാക്യമുണ്ട്. ആന്തരിക ശുദ്ധീകരണത്തിന്റെ ഒരു പദമാണ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. അങ്ങനെ എഴുതിയേക്കുന്നത്. ഹൃദയമകത്താന്നല്ലോ. ഇത്രയും വലിപ്പമുള്ളെന്നാ പറയുന്നത്. ഒരു ചെറിയ ചരിവുണ്ടെന്നോ ഈ അടുത്ത ഭാഗത്തായിട്ട് 650-700 ഗ്രാമാന്നൊക്കെ സയൻസ് പറയുന്നു. ആ ഇരിപ്പൊക്കെ കണ്ട ഒരു 3 കിലോ ഉണ്ടെന്നും പറഞ്ഞാ ഇരിക്കുന്നത്. അല്ല, ഇരിപ്പും പാവമൊക്കെ കണ്ട ഒരു 3-3.5 കിലോ ഉണ്ട്. അങ്ങനെ 650-1 തന്നെ ഒത് കണ്ടെന്നും പറഞ്ഞാ ഇരിക്കുന്നു. സഭയിൽ വന്നാലും അങ്ങനെയല്ലേ, കാലും ഒക്കെ വെച്ച് ഇരിക്കുന്ന കണ്ടിട്ടില്ലയോ? ചിലക്കൊക്കെ പ്രത്യേക സീറ്റ്, ആ സീറ്റ് ജീവനുള്ളവൻ കയറി വിറക്കുക. ഞങ്ങളുടെ സഭയിൽ അവിടെ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആർക്കും ഫിക്സഡ് സീറ്റ് ഒന്നുമില്ല. നേരത്തെ വരുന്നവൻ കയറിയിരുന്നോണം. ഞാൻ സഭയിൽ അച്ചായനാ, കൊച്ചമ്മയാ, സെക്രട്ടറിയാ, കൈക്കാരനാ, നേരത്തെ വന്നിരുന്നോണം. നേരത്തെ വന്നവൻ ഇരിക്കുന്നവനെ എഴുന്നേൽപ്പിച്ച ചങ്ങാനും നീ ഇരുന്ന. അത് നിന്റെ വീട്ടിൽ ചിലപ്പോൾ നിനക്ക് പ്രത്യേക കസേര ഉണ്ടായിരിക്കും. അത് നിന്റെ ഭാര്യയോ പിള്ളേരോ ആരും കയറി, അതൊക്കെ വീട്ടിൽ. സഭയെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നടത്തിപ്പുകാരവിടെ ഇരുന്ന് ലീഡ് ചെയ്യണ്ടേ. അപ്പൊ അവര് ചിലപ്പോൾ അവിടെ സ്റ്റേജില് അധ്യക്ഷന് അല്ലെങ്കിൽ ഇരിക്കും. അല്ലാത്ത വിശ്വാസികളായിട്ട് കാര്യമാണ് പറയുന്നത്. ചില സഭയിൽ ചെന്നാൽ അത് യോർച്ചാന്റെ കസാര, ഇത് പാപ്പച്ചാന്റെ കസാര, ഇത് അവറാച്ചന്റെ കസാര, ഇത് അറിയാ ഓടാ നിന്റെ പാട്ടും കൊണ്ട്. എന്റെ കസാരയായിട്ട് എന്റെ വീട്ടിൽ പോകണം. നീ സഭയിലോട്ട് കയറിയേക്കരുത്. സഭ നിന്റെ പെമ്പളയ്ക്ക് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ല. സഭ കർത്താവിൻ്റെതാ. അങ്ങനെ പുസ്തകത്തിൽ ഞാൻ എന്റെ സഭയെ അങ്ങനല്ലേ അമ്മാമേ, ഇവനെ എല്ലാം വായിച്ച് കേൾപ്പിക്കേണ്ട നേരമില്ല, കൊണ്ട് ഞാനൊന്ന് അടങ്ങുക. സഭ കർത്താവിൻ്റെതാ. ചെല്ലു പറയണം ഞങ്ങളുടെ സഭ. നിനക്ക് എവിടാടാ സഭ? സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. യേശു രക്തം ചിന്തിക്കണം. അതുകൊണ്ട് സഭയ്ക്കകത്ത് വരുന്നവൻ ആള് കളിക്കരുതെന്ന്.
എന്നെ മറ്റേ അമ്മാമ്മയെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നു. ഇടി നമുക്കിട്ട് ആടി ഈ പുള്ളി വെക്കുന്നതായിരിക്കും. ആർക്കിട്ടുമല്ല, പിന്നെ ഏക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തു. ഏക്കുന്നവരെ ഏറ്റെടുത്തോണ്ട് പൊക്കോ, സന്തോഷത്തോടെ തിരിച്ചു പൊക്കോ. ദൈവത്തിന്റെ മകത്ത് സഭ ദൈവത്തിൻ്റെതാ. സഭയ്ക്കകത്ത് ആമൻ ആള് കളിക്കരുത്. ആള് കളിച്ചാൽ അവരെ ആരെയും ദൈവം വിട്ടിട്ടില്ല. ദൈവത്തിന്റെ മകൻ നമ്മളെല്ലാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാ. ഇതിന്റെ തല ക്രിസ്തുവാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ നിലയിൽ വേണം ഇത് കൈകാര്യം ചെയ്യാൻ. പോട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, ആമൻ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിളിച്ചു പറയുക. 2 വിധത്തെ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണവും, 2 ബാഹ്യ ശുദ്ധീകരണം. ആന്തരിക ശുദ്ധീകരണം ഹൃദയങ്ങളിൽ തളിക്കണം. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. 2 ബാഹ്യ ശുദ്ധീകരണം. അതിന്റെ വാക്യമായി എഴുതിയിട്ടുണ്ട്, ശുദ്ധവെള്ളത്താൽ ശരീരം. ആ ശുദ്ധവെള്ളം എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. വചനമായ ശുദ്ധവെള്ളം. അങ്ങനെയാണല്ലോ വാക്യങ്ങളൊക്കെ മിക്കയിടത്തും കൊടുത്തിരിക്കുന്നത്. തന്നെയല്ല, നമ്മൾ ഒരു ദൈവദാസൻ മുമ്പേ പാടിയ പാട്ടാ. ആ പാട്ടിന്റെ വരിക്കകത്ത് ഇങ്ങനെ പോഷിപ്പിക്ക അടുത്ത വരി, നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം. അപ്പൊ ശ്രദ്ധിച്ചേ, തോയം വെള്ളം, തോയം ജലം, സലിലം, ഇതെല്ലാം ഇതിന്റെ പര്യായമാ. അപ്പൊ തോയം വെള്ളം, നിർമ്മല തോയം, അതവിടെ കൊടുത്തിരിക്കുന്നത് ശുദ്ധവെള്ളം. കുപ്പിക്കകത്ത് കിട്ടുന്ന മിനറൽ വാട്ടർ അത് നല്ലതാണോ എന്നാരറിഞ്ഞു? എല്ലാവരും അങ്ങ് കുടിക്കുക. യാത്ര പോകുമ്പോഴെല്ലാം ഞങ്ങളുടെ എന്റെ കൂടെ വരുന്നുണ്ട്, കടയിൽ നിന്ന് മേടിക്കുക. ഞാൻ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് കുപ്പിക്കകത്ത് വെക്കുക. ഇവിടെ ശുദ്ധവെള്ളം എന്ന് ഉദ്ദേശിച്ചത് മായം ചേർക്കാത്ത, കലർപ്പില്ലാത്ത, കൂട്ട് ചേർക്കാത്ത ദൈവത്തിന്റെ വചനം. ഈ വചനത്താൽ ബാഹ്യ ശുദ്ധീകരണം. 2 ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. ആന്തരിക ശുദ്ധീകരണവും, അകവും വെടിപ്പാകണം, പുറവും വെടിപ്പാകണം. ചെല്ലു പറഞ്ഞ അകം മാത്രം ശരിയായാൽ മതി, നല്ലതാ. പക്ഷെ പുറം വെടിപ്പാകുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. ചെല്ലു പറഞ്ഞ പുറം മാത്രം മിനുക്കിയാൽ മതി, അല്ല, ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാ. 2 ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ടൊരു ദൈവ പൈതൽ 2 വിധ ശുദ്ധീകരണത്തോടാണ് ദൈവത്തെ സേവിക്കേണ്ടത്. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധി. അങ്ങനെ വരുന്നവരോട് പറയുക, പൂർവ്വകാലം ഓർക്കണം, വർത്തമാനകാലം മറക്കരുത്. അതെല്ലാം അങ്ങ് വിടുക. 3 ഭാവികാലം. എന്താ ഭാവികാലം? യേശു വീണ്ടും വരും. അതാ നമ്മുടെ ഭാവികാലം. സദൃശവാക്യത്തിലുണ്ടല്ലോ സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി. അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരുത്തി. എന്താ നമ്മുടെ ഭാവികാലം? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അധ്യായത്തിലുണ്ടല്ലോ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് യേശു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടുമെന്ന് 9:28 ആമൻ 10:37 വായിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഇതാണ് നമ്മുടെ ഭാവികാലം എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. ആരാണ് ചേർക്കപ്പെടുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരും. നാളെ യോഗമില്ലല്ലോ, അപ്പൊ ഇതോടെ പറയാം. വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരും. തീർന്നില്ല, അഭിഷേകം പ്രാപിച്ചവർ. അത് പ്രാപിച്ചില്ലെങ്കിൽ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. അഭിഷേകം പ്രാപിച്ചവർ. തീർന്നില്ല, കർക്കശമായി വേർപാട് പാലിക്കുന്നവർ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷോടെ ജീവിക്കണം, വേർപാട് പാലിക്കണം. ലോകത്തിന്റെ മാലിന്യങ്ങളും ആഡംബരങ്ങളും നാടിമോടുകളും ലോകത്തിന്റെ ഇമ്പങ്ങളും ലോകക്കാരെ പോലെ നീ പോകാനും കൂടാനും ആടാനും പാടാനും ചാടാനും പ്രമാണമില്ലെന്ന് വേർപാട് പാലിക്കണം. മാത്രമാണോ, തിരുമേശ എടുക്കണം. തിരുമേശയായിട്ട് വരുമ്പോൾ ഇങ്ങനെ ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കരുത്. അത് ഭക്ഷിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഓരോ ദിവസവും ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് അനുദിന ജീവിതത്തിൽ വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇതാ നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയിൽ പൗലോസ് പറയുക, ഇങ്ങനെ വന്ന് തിരുസഭയെ ചേർത്ത് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. സ്വർഗത്തിൽ കൊണ്ട് ചെന്ന് ചെതിലേലും പോന്ന് പറയുന്നതല്ല, സ്വർഗത്തിൽ ചെന്ന് കർത്താവിനോട് കൂടി ഇരിക്കുക. ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മെ ഒന്ന് സമർപ്പിക്കണം. ഈ ശുശ്രൂഷ ആ നിലയിൽ അനുഗ്രഹമായി തീരട്ടെ. യേശു വീണ്ടും വരും. അതാ നമ്മുടെ ഭാവിക
ഭാവികാലം പൂർവ്വകാലം മറക്കരുത്. ദൈവം പാപത്തിന്റെ അധീനതയിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. ഇപ്പോഴത്തെ കാലമേതാ? ദൈവത്തെ ആരാധിക്കുക. എല്ലാം വിവരിക്കാൻ നേരമില്ല. വിശ്വസ്തരും വിശുദ്ധരുമായി വേർപാട് പാലിച്ച് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്നവരെ ചേർക്കാൻ നമ്മുടെ ഭാവികാലം യേശു വീണ്ടും വരും. ആമേൻ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവിടുത്തെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ഇരുന്നോണ്ട് പാടിയാൽ മതി. സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് ദൈവദാസന്മാർക്ക് എഴുന്നേക്കാൻ സാവകാശം ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കാം. നിങ്ങൾ ഇരുന്നാൽ മതി. എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവർ ഇറങ്ങി അങ്ങ് പോകും. അപ്പം അഥവാ പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. ഇരുന്നോണ്ട് 2 ശീല് പാടാം. 2 ശീല് ഇരുന്നോണ്ട് പാടിയാൽ മതി. അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദങ്ങൾ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിന ദൈവശബ്ദങ്ങൾ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നു. ആമേൻ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം നീ ഒരുങ്ങിടുന്നുവോ? ഓ അമ്പരത്തിൻ ശക്തികൾ പ്രവിച്ചിടുന്ന അമ്പരപ്പിനാലിലോ നടുങ്ങിടുന്നിതാ. അമ്പരത്തിൻ ശക്തികൾ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. ഓ വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. അല്പസമയം അതിക്രമിച്ചു പോയെങ്കിലും ബഹുമാന്യ ദൈവദാസന്മാരും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാം ഇതുവരെ ശ്രദ്ധിച്ചിരുന്നതിന് ഒത്തിരി നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇറങ്ങി പോകരുത്. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങൾ 2 വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ കരങ്ങൾ വീശി. ഓ ഇന്നും ക്രിസ്തുവിൻ ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങൾ